നേർമാർഗം എല്ലാവർക്കും അറിയാം, അത് ഖുർആനിന്റെ മാർഗമാണ്. ഖുർആനിന്റെ മാർഗമാണ് നേർമാർഗം, ഹിദായത്ത് എന്നിരിക്കെ ആ ഹിദായത്ത് 17 തവണ നിർബന്ധിതമായി ഒരു വിശ്വാസിക്ക് തേടാൻ വേണ്ടി അല്ലാഹു തആല പഠിപ്പിച്ച പ്രാർത്ഥന എങ്ങനെയാണ്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ ഖുർആൻ എന്നതല്ല. നേർമാർഗത്തിൽ നിന്ന് നീ നിലയുറപ്പിച്ചു വരണം. ഏതാണ് നേർമാർഗം? സിറാത്തുൽ ഖുർആൻ, അത് ഖുർആനിന്റെ മാർഗമാണ് എന്നല്ല അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ട്? ഖുർആൻ ഹിദായത്തിന്റെ മാർഗമല്ലാത്തതുകൊണ്ടല്ല, ഖുർആൻ നേർമാർഗമല്ലാത്തതുകൊണ്ടല്ല. ആ വിശുദ്ധമായ ഖുർആനിന്റെ തനതായ ശൈലിയെ, ആശയങ്ങളെ ഒരു വിശ്വാസിക്ക് അളന്നെടുക്കാനും ആവാഹിച്ചെടുക്കാനുമുള്ള ചാനലുണ്ട്. ആ ചാനലാണ് സിറാത്തുൽ മുസ്തഖീം. ആ സിറാത്തുൽ മുസ്തഖീം ഏതാണ്? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. അല്ലാഹു അനുഗ്രഹിച്ചവരുടെ വഴിയാണ്, അല്ലാഹു വെറുക്കാത്തവരുടെ വഴിയാണ്. ആരാണ് അല്ലാഹു തആല അനുഗ്രഹിച്ചവരും അല്ലാഹുവിന്റെ വെറുപ്പിൽ നിന്ന് രക്ഷപ്പെട്ടവരുമാരാണ്? ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അത് അല്ലാഹു തആല അനുഗ്രഹിച്ച നബിമാർ, സ്വാലിഹീങ്ങൾ, സിദ്ദീഖുകൾ, ശുഹദാക്കളാണ്. ഈ മഹാന്മാർ, ആ മഹാന്മാരിലൂടെയാണ് വിശുദ്ധമായ ഖുർആനിന്റെ തനതായ വ്യക്തിത്വം പ്രപഞ്ചാന്ത്യം വരെ അല്ലാഹു സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾ ഖുർആനിന്റെ പേരിൽ ഒരാശയം പറഞ്ഞാൽ ആ ഖുർആനിന്റെ പേരിൽ പറഞ്ഞ ആശയത്തിന് അല്ലാഹുവിന്റെ ഹബീബിന്റെ വിശദീകരണങ്ങളുടെ പിൻബലം വേണം. അല്ലെങ്കിൽ സ്വഹാബത്തിന്റെ നിർവചനങ്ങളും നിലപാടുകളും അതിനെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമുകളുടെ പിൻബലം ആ ആശയങ്ങൾക്കുണ്ടാകണം. അതുപോലെ പിൽക്കാലത്ത് കഴിഞ്ഞുപോയ 14 നൂറ്റാണ്ടിന്റെ സച്ചരിത മുസ്ലിം പാരമ്പര്യത്തിന്റെ സപ്പോർട്ട് അതിന് വേണം. അതാണ് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്നത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ പേരിൽ ഒരാൾ ഒരാശയം പറഞ്ഞാൽ ആ ആശയം ഖുർആനിലുള്ളതല്ലെങ്കിൽ, ആ ആശയം അല്ലാഹുവിന്റെ മാർഗമല്ലെങ്കിൽ, അത് ഖുർആനിലേക്ക് ചേർത്തി വെക്കപ്പെട്ടതോ ഖുർആനിൽ നിന്ന് വെട്ടിമുറിക്കപ്പെട്ടതോ ആണെങ്കിൽ ഒരു സാധാരണ മുസ്ലിമിന് അത് വിശദീകരിച്ചു കൊടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതെങ്ങനെ മനസ്സിലാക്കി പഠിപ്പിച്ചു എന്നതാണ്. ഈ ഒരു വെള്ളിയാഴ്ച ജുമുഅക്കൊരു വിശ്വാസി പോകുമ്പോൾ ആ ജുമുഅക്ക് പോകുന്ന വിശ്വാസി ഏത് ആരാധന മുറയെയാണ് അനുധാവനം ചെയ്യേണ്ടത് എന്ന വിഷയത്തിന്റെ മുന്നിൽ ഏത് ആയത്തും ഹദീസുകൾ കേട്ടാലും അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബ ഇവിടെ പടുത്തുയർത്തിയ പള്ളികളിൽ ഏത് ശൈലിയിൽ ആ ആരാധന നിർവഹിച്ചോ എന്നത് മാനദണ്ഡമാണ്. ഇതുപോലെ ആര് ജമാഅത്തിന് പങ്കെടുത്തു എന്നത് മാനദണ്ഡമാണ്. അതുകൊണ്ട് ആ സ്വഹാബത്തിന്റെ നിലപാടുകളുടെ സപ്പോർട്ട് വേണം. അതുപോലെ ഇമാമുകളുടെ സപ്പോർട്ട് വേണം. അതുപോലെ പൂർവീക മുസ്ലിമീങ്ങളുടെ പിൻബലം വേണം. ഇതാണ് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹ് അനുഗ്രഹിച്ചവരുടെ വഴിയിൽ നിന്ന് ഖുർആനിന്റെ മാർഗം തേടുക എന്ന ഫാത്തിഹ സൂറത്തിന്റെ നിലപാട്. ആ നിലപാട് തന്നെയാണ് ഖുർആനിന്റെ പേരിലുള്ള ഒറിജിനലും വ്യാജവും വിശദീകരിച്ചു കൊടുക്കാൻ ആലിമീങ്ങൾ സ്വീകരിച്ചു പോരുന്ന സമീപനവും. ആ സമീപനത്തിലൂടെ ഖുർആനിന്റെ പേരിലുള്ള വ്യാജനും ഖുർആനിന്റെ പേരിലുള്ള ഒറിജിനലും വേർതിരിയുകയാണ്. അത് ഒരു മുജാഹിദ് മൗലവി പ്രസംഗിച്ചാൽ, അതുപോലെയുള്ള ഏതെങ്കിലും ഒരു പുത്തനാശയക്കാരൻ ഒരാശയം ഖുർആനിന്റെ പേരിൽ പറഞ്ഞാൽ അത് ഖുർആനാണോ അല്ലേ എന്ന് പരിശോധിക്കാൻ ഒന്നാമത്തെ മാനദണ്ഡം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിലപാടുകളാണ്. ഇത് തന്നെയാണ് ആലിമീങ്ങൾ അതിനെ സംബന്ധിച്ച് അതിന് പറയുന്ന മറുപടികളിലുള്ളതും. ആ പൂർവീകരായ അല്ലാഹ് അനുഗ്രഹിച്ചവരുടെ വഴിയെ വിശദീകരിച്ചുകൊണ്ട് യാഥാർത്ഥ്യവും വ്യാജവും ആലിമീങ്ങൾ വിശദീകരിച്ചു പോകും. ഇതാണ് ഒരു മുജാഹിദ് മൗലവി പറയുന്നതും നമുക്കെതിരെയുള്ള കുറ്റമായി അയാൾ ആരോപിക്കുന്നത്. ഒരു മുജാഹിദ് മൗലവി ഒരങ്ങാടിയിൽ പ്രസംഗിച്ചു പോയാൽ ആ പ്രസംഗത്തിന് മറുപടിക്ക് വരുന്ന സുന്നി മൗലവിമാരെ മറുപടി പറയുമ്പോൾ അയാൾ വിശദീകരിക്കുന്നത് അല്ലാഹുവിനെ സംബന്ധിച്ചല്ല, ഖുർആനിനെ സംബന്ധിച്ചല്ല. അയാൾ വിശദീകരിക്കുന്നത് മുഹീദ്ദീൻ ശൈഖിനെ സംബന്ധിച്ചാണ്. യഥാർത്ഥത്തിൽ മുഹീദ്ദീൻ ശൈഖിനെ സംബന്ധിച്ച് നമ്മൾ വിശദീകരിക്കും, റിഫായി ശൈഖിനെ സംബന്ധിച്ച് നമ്മൾ വിശദീകരിക്കും. എന്തുകൊണ്ട്? അവരുടെ ജീവിതം ഖുർആനികമാണ്. അവരുടെ ജീവിതം മനസ്സിലാക്കിയാൽ ഖുർആൻ എന്ത് എന്ന് മനസ്സിലാക്കാം. പക്ഷേ ആ മുഹീദ്ദീൻ ശൈഖിനെ പറയുന്നതിന്റെ മുമ്പ് നമ്മൾ ഹബീബിനെ പറയും, സഹാബത്തിനെ പറയും, ഇമാമിയങ്ങളെ പറയും. ഇങ്ങനെയുള്ള അല്ലാഹ് അനുഗ്രഹിച്ചവരുടെ വഴിയിലൂടെയാണ് നമ്മൾ അല്ലാഹുവിനെ അന്വേഷിച്ചത്.
നമ്മൾ ഖുർആനിനെ അന്വേഷിച്ചത്. ആ വഴിയിലൂടെയാണ് ഫാത്തിഹ സൂറത്തിലൂടെ നമ്മൾ ഹിദായത്ത് തേടിയത് എന്നതുകൊണ്ട് അതേ മാർഗം തന്നെ ആലിമീങ്ങൾ ഹക്കും ബാത്തിലും വേർതിരിച്ചു കൊടുക്കാൻ ഒരു സാധാരണക്കാരന്റെ മുന്നിൽ സമീപിക്കുന്ന രീതിയാണ്. ആ രീതിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു മൗലവി നമുക്കെതിരെ പറയുന്ന കുറ്റം, ഇങ്ങനെ മുഹീദ്ദീൻ ശൈഖിനെ പറ്റി മാത്രം പറഞ്ഞതുകൊണ്ട് സുന്നികളാവുന്ന നമുക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അയാൾ വിശദീകരിക്കുന്നത്. ഇപ്പൊ നമ്മൾ എവിടെ മുജാഹിദുകളുടെ ഒരു അനുഭവം, എവിടെ പ്രസംഗിച്ചാലും അവിടൊക്കെ ഉസ്താദുമാര് മറുപടി പറയാൻ വരുമ്പോ അവർ ജനങ്ങളുടെ മുമ്പിൽ പറയെന്തായിരിക്കും? ഒന്നെങ്കിൽ മൊയ്തീൻ ശൈഖിനെ കുറിച്ചായിരിക്കും പറയാ. മൊഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് നമ്മൾ പറയും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞതിന്റെ ശേഷം ആദ്യം തന്നെ അള്ളാന്റെ ഹബീബിനെ പറഞ്ഞാൽ ഈ ആരോപണത്തിന്റെ കനം കുറയും. അതുകൊണ്ടാണ് നേരെ മൊഹീദ്ദീൻ ശൈഖിന്റെ അടുത്തേക്ക് ചാടിയത്. നമ്മൾ അവരെയും പറയും, ഹബീബിനെയും പറയും. അല്ലെങ്കിൽ മദരീങ്ങളെ കുറിച്ചായിരിക്കും പറയാ, അല്ലെങ്കിൽ റിഫായി ശൈഖിനെ കുറിച്ചായിരിക്കും പറയാ, അല്ലെങ്കിൽ ദർഗയിൽ മറമാടപ്പെട്ട വലിയ മഹാന്മാരായിട്ടുള്ള ആളുകളുടെ ഫളായിലുകളെ സംബന്ധിച്ചായിരിക്കും അവർ പറയാ. അതെ, അങ്ങനെ പറയാനാണ് ഫാത്തിഹ സൂറത്തിൽ അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, സിറാത്തൽ ഖുർആൻ എന്ന പ്രയോഗത്തിനു പകരം സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലീൻ, മുഹീദ്ദീൻ ശൈഖിന്റെ മാർഗത്തിൽ നിന്ന്, റിഫായി ശൈഖിന്റെ മാർഗത്തിൽ നിന്ന്, അള്ളാന്റെ ഹബീബിന്റെ മാർഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഹിദായത്ത് തരണേ എന്നാണ് ഫാത്തിഹ സൂറത്തിൽ റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യുന്നത്. അള്ളാനെ പറ്റി പറയാൻ പലപ്പോഴും മറന്നുപോകും. അള്ളാനെ പറ്റി പറയാൻ മറന്നതല്ല, അള്ളാഹുവിനെ പഠിപ്പിക്കേണ്ട ചാനലിലൂടെ ആലിമീങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അള്ളാനെ പറ്റി മുജാഹിദുകൾ പറയുമ്പോ ശൈഖന്മാരെ പറ്റി പറയാനാണല്ലോ ശരിക്കും ഉസ്താദുമാര് വരാറുള്ളത്. അല്ല, അള്ളാഹുവിനെ കുറിച്ച് മൗലവിമാർ അവരുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് ഓരോ കാലത്ത് ഓരോന്ന് പറയുമ്പോൾ ശൈഖുമാരിൽ നിന്ന്, അഥവാ സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്നതിൽ നിന്ന് നമ്മൾ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എന്തുകൊണ്ട്? അള്ളാഹുവിനെ അറിയാൻ നമ്മുടെ മുന്നിലുള്ള ചാനൽ അത് തന്നെയാണ്. ലോകത്താരാണ് അള്ളാഹുവിനെ നന്നായി മനസ്സിലാക്കിയത്? ആർക്കാണ് അള്ളാഹുവിനെ ഏറ്റവും നന്നായി വിശ്വസിക്കാൻ കഴിഞ്ഞത്? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കു ശേഷം അടിമകളിൽ നിന്ന് അള്ളാഹുവിനെ മനസ്സിലാക്കിയ ഒന്നാമത്തെ വിശ്വാസിയാരാണ്? മഹാനായ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അതുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ ഒരു തട്ടിലും ലോകവിശ്വാസികളുടെ ഈമാൻ മറുതട്ടിലും വെച്ചു നോക്കിയാൽ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിന് കനം തൂങ്ങുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ ഹബീബാകുന്ന ഏറ്റവും വലിയ ശൈഖിനെ ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സാധിച്ചു എന്നതുകൊണ്ട് ഉടമയായ അള്ളാഹുവിനെ ഏറ്റവും നന്നായി മനസ്സിലാക്കാനും വിശ്വസിക്കാനും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സാധിക്കുകയാണ്. വാശിയൊക്കെ മാറ്റിവെച്ച് ശാന്തമായി നമ്മൾ ആലോചിച്ചു നോക്ക്. ഒരു ഉസ്താദ് വന്ന് പ്രസംഗിക്കുകയാണെങ്കിൽ പടച്ചോനെ നമുക്ക് പരിചയപ്പെടുത്താനല്ല വരുന്നത്, പടപ്പുകളുടെ മഹത്വം പറയാനാണ്. പരിശുദ്ധരായ പടപ്പുകളിലൂടെ പടച്ചവനെ പരിചയപ്പെടുത്താനാണ് നമ്മൾ വരുന്നത്. അതാണ് ഫാത്തിഹ സൂറത്തിൽ അള്ളാഹു പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ആകത്തുകയും. ശരിയല്ലേ? ആത്മാർത്ഥമായി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. മൊയ്തീൻ ശൈഖിന്റെ ഒരുപാട് നമുക്ക് എത്ര അറിയാം? നമുക്കേ അറിയൂ. മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് നമ്മൾ നന്നായി പഠിച്ചപ്പോൾ, റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പഠിച്ചപ്പോ അള്ളാഹ് അനുഗ്രഹിക്കുകയും വെറുക്കാതിരിക്കുകയും ചെയ്ത വിശുദ്ധാത്മാക്കളിലൂടെ നമ്മൾ അള്ളാഹനെ അന്വേഷിച്ചപ്പോൾ ഓരോരുണ്ടാവും. അതേ സമയത്ത് ഓരോരുത്തരും അള്ളാഹിനെ സംബന്ധിച്ച് കാർട്ടൂൺ വരച്ചാലോ വരക്കുന്നവന്റെ ഇച്ഛകൾക്കനുസരിച്ച് അള്ളാഹുവിന്റെ രൂപഭാവങ്ങൾക്ക് മാറ്റം വരികയാണ്. നിങ്ങൾ നോക്ക്, ഇതായിരുന്നു മുജാഹിദുകളുടെ ഒരു കാലത്ത് അള്ളയെങ്കിൽ ഈ അടുത്ത കാലത്ത് ഒരു ഭീകരമായ പൊളിച്ചെഴുത്ത് നടന്നത് ഞാൻ പറയാം. അതിന്റെ ഇടക്കും തലക്കുമായി പലതും പല കോലത്തിൽ പൊളിച്ചെഴുതിയിട്ടുണ്ട്. 2000 ശേഷം മുജാഹിദ് പൗരോഹിത്യം പുളിക്കലിലും മദീനത്തുനിലും അറബി കോളേജിൽ യോഗം ചേർന്നുകൊണ്ട് പൗരോഹിത്യ സഭ ഒരു പുതിയ അള്ളാഹുവിനെ പാസാക്കിയെടുക്കുകയാണ്. അത് പാസാക്കിയെടുക്കുമ്പോ അവർ പറഞ്ഞ ഒരു ഭീമാ അബദ്ധമുണ്ട്. എന്താണ്? ഹിജറ 5 ഇസ്ലാമെത്തിയ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക്, സാക്ഷാൽ വക്കം മൗലവിയും KM മൗലവിയും അടക്കമുള്ള ആളുകൾക്ക് പോലും അള്ളാഹുവിനെ ശരിയായ അർത്ഥത്തിൽ 2000 വരെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ്.
അങ്ങനെ മുജാഹിദ് പൗരോഹിത്യം 2000 ശേഷം രൂപപ്പെടുത്തിയെടുത്ത അള്ളാഹുവിലുള്ള വിശ്വാസത്തെ പിന്നീട് അങ്ങാടികളിൽ മൗലവിമാർ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മൗലവിമാർ പറയുന്നത് പിന്നെ ഓടുകയും ചാടുകയും ഇളകുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദൈവസങ്കല്പമാണ്. അതിന് മൗലവിമാർ പറയുന്ന തെളിവോ ദുർബലവും ബാലിശവുമാണ്. മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന മുജാഹിദ് മൗലവി അള്ളാഹു ആകാശത്തിരിക്കുന്നു എന്ന് പറയാൻ KM മൗലവിയുടെ ഭാഷയിലുള്ള കുഫിരിയത്ത് ആ KM മൗലവിയുടെ അനുയായികൾ ഇന്ന് തൗഹീദായി പരിചയപ്പെടുത്താൻ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന ചാനലിൽ നിന്ന് കാലിടറിപ്പോയതാണ്. നിങ്ങൾ നോക്ക്, മുജാഹിദ് മൗലവി പറയുന്നു അള്ളാഹ് ആകാശത്താണ്. എന്താണ് അതിന്റെ തെളിവ്? അള്ളാഹു ആകാശത്തായതുകൊണ്ടാണ് നമ്മളൊക്കെ ദുആ ചെയ്യുമ്പോ കൈ മുകളിലേക്ക് ഉയർത്തുന്നത് എന്നാണ്. അള്ളാഹ് ആകാശത്തായതുകൊണ്ടാണ്. സാധാരണ എല്ലാ മിഹ്റാബിന്റെ മുകളിൽ ഒരു ദ്വാരമുണ്ടാവും. ഇജാബത്ത് അത് ചാക്ക് കെട്ടിത്തരാനാന്ന് മൗലവി പ്രസംഗിച്ചിട്ടില്ല. അതേ സമയത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ കൈ മുകളിലേക്ക് ഉയർത്തുന്നത് ആ അള്ളാഹ് ആകാശത്തായതുകൊണ്ടാണ് എന്നാണ് മൗലവിയുടെ നിലപാട്. അള്ളാഹ് ആകാശത്തിലായതുകൊണ്ട് എങ്ങനെ? അല്ലെ പിന്നെ എല്ലായിടത്തിലാണ് എങ്ങനല്ലേ? ഇങ്ങനെ 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 ആർക്കും മനസ്സിലാവും. അപ്പോ അള്ളാഹു ഉപരിലോകത്താണെന്ന് പഠിപ്പിക്കുന്നത് അള്ളാഹു ആകാശത്താണ് എന്ന് പഠിപ്പിക്കുന്നത് ഖുർആനിന്റെ പേരിൽ രുടെ സ്വന്തം താൽപര്യങ്ങളാണ്. ആ ആശയം സാക്ഷാൽ KM മൗലവിക്ക് പോലുമില്ല. സുഹൃത്തുക്കളെ, അതിന്റെ തെളിവോ അള്ളാന്റെ ഹബീബ് പറഞ്ഞു അഖ്റബുൽ അബ്ദി ഇലല്ലാഹ്, ഒരു അടിമ അള്ളാഹുവിലേക്ക് ഏറ്റവും നന്നായി അടുക്കുന്ന സമയം സുജൂദിലാണ്. മൗലവി പറഞ്ഞ നിലപാട് പ്രകാരം വഹാബിയായ ഒരു അടിമ അള്ളാഹുവിനോട് ഏറ്റവും നന്നായി അടുക്കുമ്പോ ഉപയോഗിക്കുന്ന ഗീറ് റിവേഴ്സ് ഗീറാണ്. കാരണം അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന സമയത്ത് മുഖം ഭൂമിയുടെ അടിയിലേക്കും ബേക്ക് മുകളിലേക്കുമാണ്. ഈ അർത്ഥത്തിൽ മുജാഹിദ് അള്ളാഹുവിനോട് അടുക്കുമ്പോ അങ്ങനെയാണ് ഉണ്ടാകുക. ഇതെല്ലാം സ്വന്തം ഇച്ഛകളും അല്പബുദ്ധികളും ഉപയോഗിച്ച് അറിവില്ലായ്മ ഖുർആനിന്റെ പേരിൽ വിതരണം ചെയ്യുകയാണ്. ഇനിയും നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, പിന്നീട് മുജാഹിദുകൾ കൂടുതൽ ഗവേഷണം നടത്തി. അങ്ങനെ മുജാഹിദ് മൗലവി എഴുതുകയാണ്, അള്ളാഹു ആകാശവും ഭൂമിയും കൈക്കുള്ളിലായി പിടിച്ചു വച്ചിരിക്കുകയാണ്. എന്നാൽ ആ അള്ള തന്നെയാണ് ആകാശത്തിരിക്കുന്നത്. അള്ള ഇരിക്കുന്ന ആകാശത്തെ അള്ള സ്വന്തം കൈകളിൽ കൂട്ടിപ്പിടിച്ചു എന്നാണ് എഴുതുന്നത്. അതിൽ മറ്റൊരു തമാശയുള്ളത്, അള്ളാഹുവിന് ഇടത്തും വലത്തുമായി 2 കൈകളുണ്ട് എന്നാണ് മുജാഹിദ് മൗലവി വിശദീകരിക്കുന്നത്. ആ വിശദീകരണത്തിൽ മൗലവി പറയാം, അള്ളാഹുവിന് ഇടത്തു കൈയുണ്ട് വലത്തു കൈയുണ്ട്. ഖുർആനിന്റെ പേരിൽ ഇങ്ങനെ ഒരു അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയ മുജാഹിദുകൾ 4 വർഷം കഴിയുന്നതിന്റെ മുമ്പ് ആ അള്ളാഹുവിനെ വീണ്ടും പുതുക്കി പണിയുകയാണ്. ബൈപ്പാസിനറിയാത്ത ആളുകളുടെ മുന്നിലേക്ക് രോഗിയെ എത്തിച്ചു കൊടുത്താൽ അങ്ങനെയൊക്കെയാണ് സംഭവിക്കുക. പോയ മാതിരി തിരിച്ചു കിട്ടൂല. ഇത് തന്നെയാണ് വഹാബി ആഫീസിലേക്ക് കയറ്റിയ ദൈവസങ്കല്പത്തിന്റെ പരിണാമം നമ്മൾ കാണുന്നത്. അള്ളാഹുവിന് ഇടത്തും വലത്തും 2 കൈകളുണ്ടെന്ന് എഴുതി വെച്ച മൗലവി 4 വർഷം തികയുമ്പോഴേക്ക് പിന്നെ പ്രസംഗിക്കുന്നത് എന്താണ്? അള്ളാഹുവിന് കൈ 2 ഉണ്ടെങ്കിലും അത് ഇടതും വലതുമല്ല, 2 കൂടി വലതാണ് എന്നാണ് മൗലവി പറയുന്നത്. അവന്റെ 2 കൈകളും വലതാണ്. ലാ ഷിമാല ഫീഹിമാ, ആ 2 കൈകളിലും ഷിമാലില്ല, ഇടതില്ല. ആർക്കാണ് അള്ളാനെ ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞത്? മുഹീദ്ദീൻ ശൈഖിലൂടെ അള്ളാനെ മനസ്സിലാക്കിയവരുടെ അള്ളപ്പോഴും ഒന്നാണ്. ഒരു രൂപമാറ്റമോ കോലം മാറ്റമോ ശൈലി മാറ്റമോ ആ വിശ്വാസത്തിനില്ല. ഇനി വേറൊരു മൗലവി പറയുന്നത് എന്താണ്? അള്ളാഹ്ക്ക് ഭാഗമുണ്ട് എന്നൊന്നും പറയാൻ പാടില്ല, പക്ഷെ കൈ 2 ഉണ്ട്, അത് വലത്തെ ഭാഗത്താണ്. ഭാഗമുണ്ട് എന്ന് പറയാനും പാടില്ല എന്നാണ് വേറൊരു മുജാഹിദ് മൗലവിയുടെ വിശദീകരണം. അവന്റെ 2 കൈകളും വലതാണ്. ഭാഗെന്ന് പറയാനോ അള്ളാഹ്ക്ക് രൂപം പറയാനോ ഒന്നും നമ്മളില്ല, പറയാൻ പറ്റൂല. പിന്നെ 2ഉം വലതാണ്. അതെന്താണ്? ആ വലതെന്താണ് സഹോദരന്മാരെ? ഇതെന്തുകൊണ്ടാണ് അല്പജ്ഞാനികളായ ആളുകൾ അള്ളാഹുവിന്റെ ഖുർആനിന്റെ പേരിൽ സ്വന്തം ഇച്ഛകൾ മുസ്ലിമീങ്ങൾക്കിടയിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ ഇങ്ങനെയാണ് അള്ളാന്റെ ഹബീബിന്റെ വിശ്വാസം, ഇങ്ങനെയാണ് സ്വഹാബത്തിന്റെ വിശ്വാസം, ഇങ്ങനെയാണ് ശൈഖന്മാരുടെ വിശ്വാസം. ആ വിശ്വാസത്തിൽ നിന്നൊരാര് കാലിടറിപ്പോയാൽ സംഭവിക്കുന്നതെന്താണ്? ഇത്തരം പ്രബോധകന്മാരിലൂടെ ഈ സമുദായത്തിനുണ്ടാകുന്നത് എന്താണ്? ഇസ്ലാമിക പ്രബോധനത്തിന്റെ എല്ലാ സാധ്യതകളും പൊതുസമൂഹത്തിന്റെ മുന്നിൽ കൊട്ടിയടക്കുന്ന പ്രചാരവേലകളല്ലേ ഇതൊക്കെ ഇതിലൂടെ സംഭവിക്കാൻ പോകുന്നത്?
നിങ്ങൾ നോക്ക്, കേരളത്തിൽ അടുത്ത കാലത്തായി പല വിവാദങ്ങളും ഉണ്ടായി. ഞാൻ അതിലേക്ക് വഴിയെ വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ ഹബീബിനു ശേഷം ഒരു പ്രവാചകനെ അല്ല നിയോഗിക്കുകയാണെങ്കിൽ അത് എം അക്ബറും ഷാക്കിർ നായിക്കുമായിരിക്കും എന്ന ധാരണയിലേക്ക് വരെ ഈ സമുദായത്തിലെ ചില സാധാരണക്കാരെങ്കിലും എത്തിപ്പെട്ടിട്ടുണ്ട്. എന്താണ് എം അക്ബർ ചെയ്ത സുഹൃതം? ഇതര സമൂഹത്തിനിടയിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുത്തു എന്നതാണ്. സ്വന്തമായി വിശ്വാസരംഗത്തൊരു അസ്തിത്വം നേടിയെടുക്കാനും അത് ലോകത്ത് വിശദീകരിക്കാനും കഴിയാത്ത ദുർബലമായ ഒരു സംവിധാനം എങ്ങനെയാണ് ഇതര ജനങ്ങളിലേക്ക് അതിനെ പരിചയപ്പെടുത്തി കൊടുക്കുക? അതുകൊണ്ടാണ് എം അക്ബർ ക്രൈസ്തവ സമൂഹത്തിന്റെ മുന്നിൽ ഇസ്ലാമിനെയും അള്ളാഹുവിനെയും പരിചയപ്പെടുത്താൻ പോയപ്പോ ആ പരിചയപ്പെടുത്തിയ ആശയങ്ങൾ ശൈഖുമാരിലൂടെ പഠിച്ചതല്ല എന്നതുകൊണ്ട് തന്നെ അവിടെ പിടിച്ചു നിൽക്കാൻ എം അക്ബർ മൗലവിക്ക് കഴിഞ്ഞില്ല. ആ എം അക്ബർ മൗലവിയോട് ക്രിസ്തീയ പുരോഹിതനായ ഒരു അച്ചായൻ ചോദിച്ച ചോദ്യം അന്തരീക്ഷത്തിൽ ഇന്നും മറുപടിയില്ലാതെ അലയടിക്കുകയാണ്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ ക്രിസ്തീയ പുരോഹിതന്റെ മുന്നിൽ ചെന്ന അച്ചായനോട് സഹോദരന്മാരെ, ഈ അച്ചായൻ തിരിച്ചു ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എന്തായിരുന്നു ആ ചോദ്യം? അല്ല അക്ബർ മൗലവി, നിങ്ങൾ പറയുന്ന അല്ല ഏതാണ്? ഒരു കാലത്ത് നിങ്ങളുടെ അള്ളാഹുവിന് രൂപങ്ങളോ ഭാവങ്ങളോ അവയവങ്ങളോ കാണാനില്ലായിരുന്നു. എന്നാൽ അതേ അള്ളാഹുവിന് ഇപ്പോൾ നിങ്ങൾക്ക് രൂപവും ഭാവവും കണ്ടെത്തിയിട്ടുണ്ട്. അഥവാ നിങ്ങളുടെ ഖുർആനിലെ ദൈവസങ്കല്പം തികച്ചും കൺഫ്യൂഷനുകൾ നിറഞ്ഞതാണ് എന്ന് ഈ അച്ചായൻ തിരിച്ചു ചോദിച്ചത് ഇന്നും മറുപടിയില്ലാതെ ബാക്കി കിടക്കുകയാണ്. എന്നാൽ ഖുർആന്റെ ഉപദേശം എന്താണ്? ഖുർആന്റെ ഉപദേശത്തിലേക്ക് വരുമ്പോൾ അവിടെ ആകെ ഒരു സംശയമാണ്. ജനാബ് അക്ബർ മൗലവി ഒരു കാലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നു, അള്ളയ്ക്ക് ജഡമുണ്ടെന്ന് പറയുന്നവൻ അവൻ അവിശ്വാസിയാണ്, അവൻ കാഫറാണ്, അത് ജാതികീയ ചിന്തയാണ് എന്ന് ജനാബ് അക്ബർ മൗലവി ഈ കേരളത്തിൽ ഒരു കാലത്ത് പഠിപ്പിച്ചിരുന്നുവെങ്കിൽ അതേ ജനാബ് അക്ബർ മൗലവി തന്നെ ഇന്ന് പറയുന്നത് അള്ളയ്ക്ക് കൈയുണ്ട്, കാലുണ്ട്, ശരീരമുണ്ട്, ശിരസ്സുണ്ട്, സിംഹാസനമുണ്ട്. എന്താണ് കാരണം? അന്ന് ജനാബ് അക്ബർ മൗലവി പറഞ്ഞത് ഖുർആന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ന് ജനാബ് അക്ബർ മൗലവി പറയുന്നതും ഖുർആന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. സൂറ കാലികൾ 6:102 മുതൽ 103 വരെയുള്ള വാക്യങ്ങളിലും സൂറ കൂടിയാലോചന 42 51 വാക്യത്തിലും അള്ളാഹു അദൃശ്യനാണ് എന്നുള്ളൊരു ധ്വനി നമുക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജനാബ് അക്ബർ മൗലവി പണ്ടൊരിക്കൽ പറഞ്ഞത് അള്ളയ്ക്ക് ദൃശ്യമായ ഒരു രൂപമില്ല. എന്നാൽ സൂറ 10:3 വാക്യത്തിൽ അള്ളാഹു സിംഹാസനത്തിൽ ഇരിക്കുന്നു. സൂറ 55 26 മുതൽ 27 വരെയുള്ള വാക്യത്തിൽ അള്ളാഹുവിനൊരു മുഖമുണ്ട്. സൂറ 48 10 അള്ളയ്ക്ക് കൈയുണ്ട്. സൂറ 20 36 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ അള്ളാഹുവിന് കണ്ണുകളുണ്ട്. ഒരു കാലത്ത് ജനാബ് അക്ബർ മൗലവി ഇതൊക്കെ ആലങ്കാരികമാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് അതേ ജനാബ് അക്ബർ മൗലവി പറയുന്നത് ആലങ്കാരികമായി നമുക്ക് വ്യാഖ്യാനിക്കുവാൻ കഴിയില്ല, ഇത് അക്ഷരാർത്ഥത്തിൽ തന്നെ വിശ്വസിക്കണമെന്നാണ്. ജനാബ് അക്ബർ മൗലയ്ക്ക് അള്ളാഹുവിന് ദൃശ്യമായ ഒരു രൂപമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ രണ്ട് കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് രണ്ടുത്തരമാണ്, ബൈബിളിന് ഒരു ഉത്തരമേ ഉള്ളൂ. അള്ളാഹുവിന്റെ ഖുർആനിനും ഒരു ഉത്തരമുള്ളൂ. ലൈസ കമിസ്ലിഹി ശൈഅ്. അള്ളാഹു അദൃശ്യനും സകലമാന സൃഷ്ടികളോട് സമാനതകളില്ലാത്ത വ്യക്തിത്വത്തിന്റെ ഉടമയും അള്ളാഹു താല സമാനമായ എല്ലാ അസാദൃശ്യങ്ങളിൽ നിന്നും അള്ളാഹു താല ഭിന്നനാണ്. ആ റബ്ബിനൊരിക്കലും ദൃശ്യങ്ങളില്ല, അവയവങ്ങളില്ല, കണ്ണുകളില്ലാതെ കാണുകയും ചെവിടുകളില്ലാതെ കേൾക്കുകയും പഞ്ചേന്ദ്രിയങ്ങളില്ലാതെ ഈ പ്രപഞ്ചത്തെ അടക്കി ഭരിക്കുകയും ചെയ്യുന്ന അല്ലാഹു വലില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദാ. അല്ലാഹുവിന്റെ നേർമാർഗത്തിൽ ജീവിച്ച് ആഖിറത്തിലെത്തി സ്വർഗം നൽകുന്നവർക്ക് കൺകുളിർക്ക കാണാനുള്ള ശക്തിയാണ് അല്ലാഹ്. അള്ളാഹുവിന്റെ ഖുർആനിലും അല്ല ഏത് കാലത്ത് ഒന്നാണ്. എം അക്ബർ മൗലവിക്ക് രണ്ടാണ്. കാരണം അത് അക്ബർ മൗലവിയുടെ വകയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ച അല്ല ഏതാണ്? അത് സിറാത്തുല്ലദീന അൻഅംത അലൈഹിം എന്ന മാർഗത്തിലുള്ളതാണ്. ആ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ
ഇസ്ലാമിക പ്രബോധന രംഗത്ത് അവരുണ്ടാക്കുന്നത് മതത്തോടുള്ള പുച്ഛവും ഇതര ജനങ്ങൾക്ക് ഈ മതത്തെ ആശയപരമായി കയ്യേറാനുള്ള സാഹചര്യങ്ങളുമാണ്. എന്നാൽ നിങ്ങൾ നോക്ക്, മഹാനായ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, അള്ളാഹു അവിടത്തേക്ക് റഹ്മത്ത് നൽകുമാറാവട്ടെ, ആ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ഒരു കാലത്ത് എടക്കരയിലെ ക്രിസ്ത്യൻ മിഷനറിയുമായി സമാധാനപരമായി സംവാദത്തിൽ ഏർപ്പെടുകയും ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരിൽ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ഭീകരവാദിയാണ് എന്നാരും പ്രചരിപ്പിച്ചിട്ടില്ല. ഇ.കെ. അബൂബക്കർ മുസ്ലിയാർക്ക് നാടുവിടേണ്ട ഗതികേടും വന്നിട്ടില്ല. ഇതുപോലെ ഈ അടുത്ത കാലത്ത് മഹാനായ കാന്തപുരം ഉസ്താദിന്റെ ശിഷ്യഗണങ്ങളിൽ ഈ പ്രാസ്ഥാനിക രംഗത്തെ ഏറ്റവും ചെറിയ പ്രായമുള്ള ഏതാനും യുവപണ്ഡിതന്മാർ അതേ എടക്കരയുടെ തൊട്ടടുത്തുള്ള നിലമ്പൂരിൽ ക്രൈസ്തവ മിഷണറിയുമായി സമാധാനപരമായ സംവാദത്തിൽ ഏർപ്പെടുകയാണ്. 2 ദിവസം നീണ്ടുനിന്ന വൈജ്ഞാനികമായ ചർച്ചകൾക്ക് അവസാനം കുറിച്ചുകൊണ്ട് ആ സംവാദം ഉപസംഹരിച്ച ക്രിസ്തീയ പുരോഹിതൻ അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞ ഒരു പരാമർശമുണ്ട്. എന്താണ് അദ്ദേഹം പറയുന്നത്? ഞങ്ങൾ കാന്തപുരം വിഭാഗവുമായി ഇനിയൊരു ഡിബേറ്റിന് തയ്യാറല്ല. എന്തുകൊണ്ട്? അവിടെ ആദർശപരമായി ഒരു അസ്തിത്വം കയ്യിലുണ്ട്. അത് അള്ളാഹ് അനുഗ്രഹിച്ചവരുടെ വഴിയിൽ നിന്ന് കിട്ടിയതാണ്. മുഹീദ്ദീൻ ശൈഖിനെ മനസ്സിലാക്കിയപ്പോൾ അള്ളാഹനെ മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ്. റിഫായി ശൈഖിനെ പഠിച്ചതുകൊണ്ട് അള്ളാഹനെ കിട്ടിയതാണ്. അതുപോലെ ഹബീബിനെ മനസ്സിലാക്കിയപ്പോൾ അള്ളാഹനെ സംബന്ധിച്ചു തിരിച്ചറിവുണ്ടായതാണ്. ഇതൊന്നുമില്ലാതെ സ്വന്തം പോക്കറ്റിലെ കടലാസിൽ അള്ളാഹനെ വരച്ചവർക്ക് ആശയ ദൗർബല്യമുള്ളതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അതും ക്രൈസ്തവ പുരോഹിതം പറയാൻ. അത് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, മുജാഹിദുകളുമായി നിങ്ങൾ സംവാദത്തിനുണ്ടോ എന്നേ. മൗല ഈ അച്ചായം പറയുന്നു, മുജാഹിദുകളോട് ഞങ്ങൾ റെഡിയാണ്. എന്തുകൊണ്ട്? മുജാഹിദുകളുടെ അജ്ഞത നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ അത് ഞങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇത് ഡിബേറ്റിന്റെ ഒരു മോഡലിലേക്ക് നീങ്ങിയതിൽ എനിക്ക് പ്രയാസമുണ്ട്. ഞാൻ ഒരിക്കലും AP സുന്നികളുമായി ഒരു കാരണവശാലും ഒരു ഡിബേറ്റിനെ മെനക്കെടുന്ന കാര്യത്തിൽ എനിക്ക് താല്പര്യമില്ല. ഇനിയും അപ്പൊ ചോദിച്ചാൽ കാരണം മുജാഹിദുകാരുമായിട്ടുണ്ടാവും, തീർച്ചയായിട്ടും തയ്യാറാണ്. കാരണം അവരുടെ അജ്ഞത നിങ്ങൾക്കും അറിയാം, നിങ്ങൾക്കറിയാവുന്ന അജ്ഞത ഞങ്ങൾക്കും അറിയാവുന്നതാണ്. എന്നാൽ ചൂഷണം എന്നുള്ളതല്ല, അതിനകത്ത് യാഥാർത്ഥ്യമാണ്. പറയുന്ന പദങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. വീണ്ടും പറഞ്ഞു, AP സുന്നി വിഭാഗത്തോട് ഒരു ഡിബേറ്റും ഞാനില്ല. അതങ്ങനെയാണ്. ചെരിഞ്ഞു കിടക്കുന്ന മരത്തിലാണ് പാഞ്ഞു കയറാൻ സൗകര്യം. സഹോദരന്മാരെ, ആർക്കാണ് അള്ളാഹുവിനെ ഇവിടെ പ്രബോധനം ചെയ്യാൻ കഴിയുന്നത്? ആർക്കാണ് ദൃഢമായ ഒരു വിശ്വാസം ഈ ലോകത്ത് വിശദീകരിക്കാൻ കഴിയുന്നത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇതര ജനങ്ങളുടെ ഇടയിൽ ഇസ്ലാമിക വിശ്വാസങ്ങളെ വികലപ്പെടുത്തിയെന്നു മാത്രമല്ല, സ്വന്തം പ്രസ്ഥാനത്തിന്റെ അകത്തുപോലും ആദർശപരമായ ഒരു ആക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിയാതെ ആ പ്രസ്ഥാനം ദുർബലപ്പെടുന്നത് കാണാം. അതുകൊണ്ടാണ് വാഴക്കാട് വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട മൗലാന പേരോട് ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ, ആളും അഡ്രസ്സും ഇല്ലാത്ത ഏതെങ്കിലും ആളുകൾ അങ്ങാടികളിൽ വന്ന് മാന്യന്മാരെയും കാര്യപ്പെട്ട ആളുകളെയും കല്ലെറിഞ്ഞു പ്രശസ്തരാകാനുള്ള അബദ്ധം ചെയ്യുന്നു എന്ന് കണ്ടുകൊണ്ട് ആരെങ്കിലും പഴയകാല ആശയപരമായ പരാജയത്തിന് പ്രതിരോധം തീർക്കാൻ അങ്ങാടിയിലെത്തിയാൽ അത് എളുപ്പത്തിൽ പാസ്സാക്കിയെടുക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. സഹോദരന്മാരെ, മഹാനായ പേരോട് ഉസ്താദ് വാഴക്കാട് അന്ന് നടത്തിയ ഖണ്ഡനം ഈ വിഷയത്തെ ഊന്നിക്കൊണ്ടാണ്. അന്ന് പേരോട് ഉസ്താദിന് സംയുക്തമായി വേദി കെട്ടിയ മുജാഹിദുകൾ ഇന്ന് വാഴക്കാട് ഭിന്നിച്ചുകൊണ്ട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ്. അന്ന് അള്ളാഹുവിന് കൈകാലുകളുണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടി പേരോട് ഉസ്താദിനെ ഗണ്ണിക്കാൻ സ്റ്റേജ് കെട്ടിയ മുജാഹിദുകൾ, ആ മുജാഹിദുകളിൽ ഒരു വിഭാഗം ആളുകൾ മറുവിഭാഗത്തോട് ഇന്ന് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള തർക്കത്തിലാണ്. തർക്കം ഏതാണ്ട് ഊര വരെ എത്തിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. അതിന് താഴേക്ക് പോകുമ്പോഴാണ് ഏത് ബെഞ്ചിലാണ് റബ്ബിനെ ഇരുത്തേണ്ടത് എന്ന ചർച്ചയിലേക്ക് പോവുക. ആ ചർച്ചയിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് മുജാഹിദുകൾ തൽക്കാലം കടപ്പുറത്ത് ലയിച്ചിട്ടുണ്ട്. പക്ഷേ കടപ്പുറത്ത് ലയിച്ചാൽ സാധാരണ അശുദ്ധമൊക്കെ ശുദ്ധമാകലാണ്. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനം ലയിച്ചതിന്റെ ശേഷവും രണ്ടു ഭാഗത്തുമുള്ള കേടുകൾ അങ്ങനെ തന്നെ കിടക്കുകയാണ്. അതുകൊണ്ടാണ് കടപ്പുറത്ത് ലയിച്ച് സിറ്റിയിലെത്തിയപ്പോഴേക്ക് വീണ്ടും തല്ലു തുടങ്ങിയത്.
ഇരിക്കട്ടെ സഹോദരന്മാരെ, സ്വന്തം പ്രസ്ഥാനത്തിനെതിരെ വരുന്ന ആദർശപരമായ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയാതെ സ്വയം തമ്മിലടിക്കേണ്ടി വരുന്നതും ഈ വിശ്വാസ പ്രമാണ സംബന്ധമായുള്ള ദുർബലതയാണ്. ഇതിനേക്കാളേറെ അപകടമുണ്ട്. വിവരമില്ലാത്തവൻ വിശുദ്ധ പ്രമാണങ്ങൾ കൈകാര്യം ചെയ്താൽ ആ വിശുദ്ധ പ്രമാണങ്ങളെ കേവലം ഒരു ടെക്സ്റ്റ് ബുക്ക് പോലെ കൈകാര്യം ചെയ്യാൻ വിവരമില്ലാത്ത ആളുകൾ സ്വന്തം താൽപര്യപ്രകാരം മുന്നോട്ട് വന്നാൽ അത് മുഖേന ലോകത്ത് സംഭവിക്കാൻ പോകുന്നത് ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നതാണ്. നമുക്കറിയാം, കാലങ്ങളായി പരിശുദ്ധ ഇസ്ലാമിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രചണ്ഡമായ പ്രചാരണമാണ് ഇസ്ലാം ഭീകരമാണ് എന്നത്. അതിനുവേണ്ടി പടിഞ്ഞാറിന്റെ കുരുട്ടുബുദ്ധികളിൽ നിന്ന് രൂപപ്പെട്ട കാർട്ടൂണുകളും സിനിമകളും നാടകങ്ങളും സമാനമായ പ്രചാരണങ്ങളും സകലമാന മീഡിയകളെയും ഉപയോഗപ്പെടുത്തി സാമുദായിക ശത്രുക്കൾ അനുസ്യൂതം നിർവഹിച്ചിട്ട് പോലും വിശുദ്ധ ഇസ്ലാമിനെതിരെയുള്ള അത്തരം പ്രചാരണങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ വിശുദ്ധ ഖുർആൻ ഭീകരവാദമാണ്, ഇസ്ലാം തീവ്രവാദമാണ്, അള്ളാഹുവിന്റെ ഹബീബ് ഒരു ഭീകരവാദിയാണ് എന്ന് സ്ഥാപിക്കാൻ സഹായകമായ പ്രമാണ പിൻബലം ശത്രുക്കൾക്ക് ലഭിക്കാത്തതുകൊണ്ട് യൂറോപ്പിന്റെ തെരുവിലടക്കം ഇസ്ലാം വളരുന്ന വാർത്തകൾ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ സമകാലികമായി മുസ്ലിമീങ്ങൾ ആ രംഗത്ത് അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. നമ്മുടെ ശത്രുക്കൾ ആ ആരോപണം സ്ഥാപിക്കാൻ അവരുടെ അടവ് മാറ്റിയിട്ടുണ്ട്. എന്താണ് ഇന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇസ്ലാം ഭീകരവാദമാക്കാൻ ഇസ്ലാമിക പ്രമാണങ്ങൾ പിൻബലം നൽകുന്നില്ലെങ്കിൽ സാമുദായിക അകത്തളങ്ങളിൽ മുസ്ലിം നാമധാരികളായ ഭീകരവാദികളെ സൃഷ്ടിച്ച് ആ ഭീകരവാദികളിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് ഇതാണ് ഇസ്ലാം, ഇങ്ങനെയാണ് ഖുർആൻ എന്ന് പറയാനുള്ള ശ്രമമാണ് ലോകത്ത് നടക്കുന്നത്. അതിന്റെ ഭാഗമാണ് നിങ്ങൾ നോക്ക്, ജയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ഭീകരവാദ പ്രസ്ഥാനം. ആ ഭീകരവാദ പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്തെ സൈനിക കേന്ദ്രത്തിൽ വന്ന് സ്വയം ചത്തൊടുങ്ങുകയും നിരപരാധികളെ കൊന്നൊടുക്കുകയും ചെയ്തതടക്കമുള്ള പൈശാചിക പ്രവർത്തനം. അവർ ചെയ്യുന്നത് പൈശാചികമാണ് എന്നറിയാത്തവർ ലോകത്തില്ല. ജയ്ഷെ ഷൈത്വാൻ എന്ന് നാമകരണം ചെയ്യേണ്ട ആ ഭീകരവാദ പ്രസ്ഥാനത്തെ അള്ളാഹുവിന്റെ ഹബീബിന്റെ വിശുദ്ധ നാമത്തിലേക്ക് ചേർത്തി എഴുതിയവരുടെ പിന്നിൽ ഒരു അജണ്ടയുണ്ട്. ഇത്തരം തിന്മകളെ, ഇത്തരം വൃത്തികേടുകളെ ഖുർആനിലേക്ക് ചേർത്തപ്പെടുമ്പോഴാണ്, ഹബീബിലേക്ക് ചേർത്തി വായിക്കപ്പെടുമ്പോഴാണ് ശത്രുക്കൾ ഉദ്ദേശിക്കുന്ന സാമ്രാജ്യത്വം ലക്ഷ്യം വെക്കുന്ന ആരോപണത്തിന്റെ വിജയകരമായ ഉൽപാദനത്തിന് അവർക്ക് സഹായകമാകുന്നത്. എന്നാൽ സുഹൃത്തുക്കളെ, നമ്മൾ അറിയണം, ആഗോള സമൂഹത്തിൽ ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഭീകരവാദ പ്രസ്ഥാനങ്ങളുണ്ട്. ആ ഭീകരവാദ പ്രസ്ഥാനങ്ങളെല്ലാം ലോകത്ത് വളർന്നു വന്ന ഒരു സാമൂഹിക പശ്ചാത്തലമുണ്ട്. IS അടക്കമുള്ള അൽ-ഖായിദ അടക്കമുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങൾ, ആ ഭീകരവാദ പ്രസ്ഥാനങ്ങൾ വളർന്നു വന്ന സാമൂഹിക പശ്ചാത്തലം ഏതാണ്? നമുക്കറിയാം, പശ്ചിമേഷ്യൻ ഇസ്ലാമിക രാജ്യങ്ങളിൽ അടുത്ത കാലത്തായി നമ്മൾ കേട്ടിരുന്ന മുല്ലപ്പൂ വിപ്ലവം, ലിബിയ അടക്കമുള്ള ഇസ്ലാമിക രാജ്യങ്ങളിലെ നിലവിലുള്ള ഭരണാധികാരികളുടെ ചാപ്പല്യങ്ങളിൽ മനംമടുത്ത് നിയമം കയ്യിലെടുത്ത് വിപ്ലവം കൂട്ടാനിറങ്ങിയ ചെറുപ്പക്കാർ ഭരണാധികാരികളെ തെരുവിലിട്ട് തല്ലിച്ചതച്ചുകൊണ്ട് ആ രാജ്യങ്ങളിലേക്ക് കൊണ്ടുവന്ന അരാജകത്വമുണ്ട്. അതാണ് മുല്ലപ്പൂ വിപ്ലവം. ഇന്ത്യ രാജ്യത്ത് പലരും ചെണ്ട കൊട്ടി ആഘോഷിച്ചപ്പോഴും ഈ സമുദായത്തിന്റെ നേതാക്കൾ അതിനെതിരെ പുറം തിരിഞ്ഞുന്നത്. കാരണം ഇസ്ലാമിന്റെ ജിഹാദും പ്രതിരോധവും സമരങ്ങളുമെല്ലാം അള്ളാഹ് അനുഗ്രഹിച്ചവരുടെ വഴിയിൽ നിന്ന് പകർത്തിയെടുക്കേണ്ടതാണ്. നമുക്കറിയാം, മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അവിടത്തെ കാലത്ത് സമാനമായ ഒരു വിപ്ലവം നടന്നപ്പോൾ ആ വിപ്ലവത്തെ അഭിസംബോധനം ചെയ്തുകൊണ്ട് മഹാൻ പറഞ്ഞ വാക്കുണ്ട്, ഉടമയായ റബ്ബിലേക്ക് അടിമയാകുന്ന മനുഷ്യൻ നടത്തുന്ന വൈയക്തികമായ ഇടപാടുകൾ, ഒരു അടിമ അള്ളാഹുവിന് നടത്തുന്ന ഇബാദത്തുകൾ, അതിൽ ഒരു സ്റ്റേറ്റിന് ഇടപെടേണ്ട കാര്യമില്ല. ഭരണാധികാരികൾ ആരാണെങ്കിലും അള്ളാഹുവിന് ആരാധിക്കുന്നതിന് അതൊരു തടസ്സമല്ല. മാത്രമല്ല, നിലവിലുള്ള ഭരണാധികാരിക്കെതിരെ കലഹം കൂട്ടി അയാളെ സ്ഥാനഭ്രഷ്ടനാക്കി പകരം ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നത് മലക്കുകളിൽ നിന്നുള്ള വ്യക്തിയെ അല്ല, സമാനനായ മനുഷ്യനെ തന്നെയാണ്. ആ മനുഷ്യനിൽ അത്തരം അരാജകത്വങ്ങൾ വരില്ല എന്ന് പറയാൻ ന്യായങ്ങളില്ല. അതുകൊണ്ട് നിയമം കയ്യിലെടുത്ത് അരാജകത്വം ക്ഷണിച്ചു വരുത്തുന്ന വിപ്ലവങ്ങൾ മതവിരുദ്ധമാണ് എന്ന മഹാന്മാരുടെ നിലപാടുകൾ, ആ നിലപാടുകളിൽ നിന്ന് ഇസ്ലാമിക രാജ്യങ്ങളിലെ യുവതലമുറ പിന്മാറിയപ്പോൾ
ആ രാജ്യങ്ങൾ അസ്ഥിരമാക്കപ്പെട്ടു. നമുക്കറിയാം, ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധത്തെ കാലങ്ങളോളം നെഞ്ചുവിരിച്ച് പ്രതിരോധിച്ച് വൈദേശിക ശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്നൊരു രാഷ്ട്രത്തെ പൗരന്മാരെ പ്രായോഗികമായി എങ്ങനെ പരിരക്ഷിക്കാമെന്ന് പഠിപ്പിച്ച് എന്തെല്ലാം ന്യൂനതകളുണ്ടെങ്കിലും മുഅമ്മർ ഗദ്ദാഫി രാജ്യത്ത് കൊല ചെയ്യപ്പെട്ട ശേഷം ഇന്ന് ലോകത്തിന്റെ ഭൂപടത്തിൽ ലിബിയ എന്ന് പറയുന്ന രാഷ്ട്രമില്ല, ഇറാഖ് എന്ന് പറയുന്ന ഒരു രാജ്യമില്ല. സിറിയയും യമനും അടക്കമുള്ള രാജ്യങ്ങൾ സമാനമായി ശിഥിലീകരിക്കപ്പെടുകയാണ്. മഹാന്മാരുടെ ഇത്തരം വഴിയിൽ നിന്ന് കാലിടറിപ്പോയ യുവസമൂഹം വിശുദ്ധ പ്രമാണങ്ങളെ കേവലം ടെക്സ്റ്റ് ബുക്ക് പോലെ മേശപ്പുറത്ത് വെച്ച് ഡിക്ഷണറിയുടെ പിൻബലത്തിൽ സ്വന്തമായി വ്യാഖ്യാനിച്ചതിന്റെ പരിണിത ഫലമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അസ്ഥിരമാക്കപ്പെട്ട, അതുപോലെ വംശീയമായും പ്രാദേശികമായും വെട്ടിമുറിക്കപ്പെടുകയും പകുത്തെറുക്കപ്പെടുകയും ചെയ്ത സാമൂഹിക രാഷ്ട്രീയ പരിസരങ്ങളിൽ നിന്നാണ് IS വളർന്നു വന്നത്, അൽ ഖായിദ വളർന്നു വരുന്നത്, സമാനങ്ങളായ ഭീകരവാദ പ്രസ്ഥാനങ്ങളൊക്കെ വളർന്നു വരുന്നത്. എന്നാൽ സുഹൃത്തുക്കളെ, നമ്മൾ അറിയണം, ഒരു കാലത്ത് കണ്ണെത്താ ദൂരത്തുനിന്ന് നമ്മൾ കേട്ടുവായിച്ചെറിഞ്ഞ ഭീകരവാദ സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ മൂക്കിന് ചുവട്ടിൽ നിന്ന് നമുക്ക് വായിക്കേണ്ടി വരികയാണ്. ആ ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ സാന്നിധ്യങ്ങൾ കേരളത്തിലേക്ക് വരെ വന്നിരിക്കുന്നു എന്ന വാർത്തകളാണ് ഈ അടുത്ത കാലങ്ങളിലായി കേരളത്തിൽ നമ്മൾ കേൾക്കുന്നത്. സുഹൃത്തുക്കളെ, അതിന്റെ ഭയാനകത എന്താണ്? നമുക്കറിയാം, കേരളം എന്ന് പറയുന്ന സംസ്ഥാനം, ആ കേരള സംസ്ഥാനം കാലങ്ങളായി വെച്ചു പുലർത്തുന്ന ഒരു പ്രബുദ്ധതയുണ്ട്. ഈ രാജ്യത്തിന്റെ ഉത്തരേന്ത്യൻ ദേശങ്ങളിൽ നിന്ന് അധികാരത്തിന്റെ ഇന്ദ്രപ്രസ്ഥങ്ങളിലേക്ക് ഫാസിസം ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചപ്പോഴും കേരളീയ സമൂഹം ഈ രാജ്യത്തിന്റെ സെക്കുലറിസവും മതേതരത്വവും കാത്തുസൂക്ഷിച്ചു. ഈ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വേദനകളിൽ കരളു പറിച്ചു തന്ന് നമ്മുടെ കൂടെ നിന്ന ഭൂരിപക്ഷം അമുസ്ലിമീങ്ങൾ അവർ നമ്മെ വിശ്വസിച്ചവരാണ്. അവരെ നമ്മളും വിശ്വസിച്ചു. ആ പാരസ്പര്യ ബന്ധത്തിന്റെ പട്ടുറുമാലിൽ കോർത്തിണക്കപ്പെട്ട പ്രബുദ്ധതയാണ് ഇന്നും ഫാസിസത്തിന് കടന്നു ചെല്ലാൻ കഴിയാത്ത
അല്പജ്ഞാനികളായ ആളുകൾ പലയിടത്തും നടത്തുന്ന അബദ്ധങ്ങളുടെ പേരിൽ ആദർശ വിരോധികൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ കൃത്യമായി വിശദീകരിച്ച് 2008 ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് നടത്തിയ പ്രസംഗത്തിന്റെ CD 50 രൂപയ്ക്ക് ഇവിടെ വിൽക്കുന്നുണ്ട്. ആവശ്യക്കാരൊക്കെ അത് വാങ്ങണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. കേരളത്തിന്റെ പ്രബുദ്ധത ആ പാരസ്പര്യ ബന്ധത്തിന്റെ പേരിലാണ്. ആ ബന്ധം തകർക്കപ്പെട്ടു കഴിഞ്ഞാൽ ഈ രാജ്യത്തിന്റെ സമാധാനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു സാമൂഹിക പരിസരങ്ങളിൽ നിന്ന് ഈ അടുത്ത കാലങ്ങളിലായി ഏതാനും മുസ്ലിം ചെറുപ്പക്കാരെ കാണാതാവുകയാണ്. പാലക്കാട് ജില്ലയിൽ നിന്ന്, കാസർഗോഡ് ജില്ലയിൽ നിന്ന്, നമ്മുടെ പരിസരങ്ങളിൽ നിന്നടക്കം അഭ്യസ്തവിദ്യരും അതുപോലെ മതബോധമുള്ളവരുമാണ് എന്ന് മനസ്സിലാക്കപ്പെടുന്ന മുസ്ലിം ചെറുപ്പക്കാർ, ആ മുസ്ലിം ചെറുപ്പക്കാർ കാണാതെയാകുമ്പോൾ കാണാതായ മുസ്ലിം ചെറുപ്പക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണങ്ങൾക്കൊടുവിൽ സുഹൃത്തുക്കളെ, രാജ്യത്ത് നമ്മൾ കേൾക്കുന്നത് ലോകത്ത് 30-ലധികം വരുന്ന ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ ആഗോള കൂട്ടായ്മയായ IS, ആ ISന്റെ ഭീകരമായ തെരുവുകളിലേക്ക് സ്വർഗരാജ്യവും ഇസ്ലാമിക ഖിലാഫത്തും തേടി പോയവരാണ്. തങ്ങളുടെ ഭീകരവാദം വ്യാപകമായി ലോകത്തിന്റെ വിവിധ കോണുകളിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ആഗോള ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഭീകരവാദികൾ ഉണ്ടാക്കിയ വ്യാജ ഇസ്ലാമിക് പാഠ്യപദ്ധതികളിൽ ആകർഷിക്കപ്പെട്ടുകൊണ്ട് ആ സിറിയയിലേക്ക്, ഭീകരമായ തെരുവുകളിലേക്ക് ആണ് ഈ മുസ്ലിം ചെറുപ്പക്കാർ പലായനം ചെയ്തത് എന്ന വാർത്ത വരികയാണ്. ആ അന്വേഷണങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് കണ്ണൂർ ജില്ലയിലെ കനകമല എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് വീണ്ടും മുസ്ലിം ചെറുപ്പക്കാർ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. ആ അറസ്റ്റും പിന്നീട് വരുന്നത്, ആ അറസ്റ്റ് ISലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാണ് എന്നതാണ്. സഹോദരന്മാരെ, ആ വാർത്തകൾ വരുമ്പോഴും ഈ സമുദായം സമാധാനിച്ച ഒരു മാർഗമുണ്ട്. മുസ്ലിം സംഘടനകൾക്കിടയിൽ എന്തെല്ലാം ആധിക്യങ്ങളുണ്ടെങ്കിലും, മുസ്ലിം സംഘടനകൾ എത്ര വളരെ കൂടുതലുണ്ടെങ്കിലും, അതിന്റെ പരിക്കുകൾ ഈ സമൂഹത്തിലുണ്ടെങ്കിലും, അടിസ്ഥാനപരമായി മുഴുവൻ മതസംഘടനകളും ഭീകരവാദത്തിനെതിരാണ് എന്ന നിലപാടുകാരാണ് എന്ന് പറയുന്നതുകൊണ്ട് വ്യാപകമായൊരു ഭീകരവാദ സാന്നിധ്യം ഉണ്ടാകില്ലെന്ന് നമ്മൾ സമാധാനിക്കുമ്പോഴാണ് ആ കാണാതായ മുസ്ലിം ചെറുപ്പക്കാർ രാജ്യത്ത് മതസംഘടനകൾക്ക് പിടുത്തം കൊടുക്കാതെ എത്തിയാണ് ഈ മുഹമ്മദ് അബ്ദുൽ വഹാബ്. അതുകൊണ്ട് ഈ ഭീകരവാദ ബന്ധങ്ങൾ ഒറ്റപ്പെട്ടതായി അവസാനിക്കുകയല്ല. വീണ്ടും നമ്മൾ കേരളത്തിൽ അറസ്റ്റുകൾ കാണുകയാണ്. ഷംസുദ്ദീൻ പാലത്ത് എന്ന് പറയുന്ന മുജാഹിദ് മൗലവി കാലങ്ങളായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്റ്റേജുകളിൽ നവോത്ഥാനത്തിന്റെ പേരിൽ ഒരുപാട് പൊള്ളയായ വാചകങ്ങൾ നിർവഹിച്ചുകൊണ്ട് പ്രസംഗം നടത്തിയ ഈ മൗലവിയെ ഈ രാജ്യത്തെ നിയമപാലകർ അറസ്റ്റ് ചെയ്യുകയാണ്. എന്തിന്റെ പേരിലാണ് അയാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്? ബഹുസ്വര ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ കാലങ്ങളായി അനുവർത്തിച്ചു പോരുന്ന ആ നയപരമായ ആശയങ്ങളിൽ നിന്ന് ഖുർആനിന്റെ പേരിൽ അവരെ കൊണ്ടുപോയി എന്നതാണ്. നിങ്ങൾ നോക്ക്, വിനീതനായ ഞാൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാണ്. മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷമുള്ള ഒരു ജില്ല എന്ന നിലക്ക് പാകിസ്ഥാൻ എന്ന പഴി കേൾക്കേണ്ടി വരുന്ന ആ ജില്ല പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ആ ജില്ലയിലേക്ക് ഉത്തരേന്ത്യയിൽ നിന്ന് പലപ്പോഴും IAS IPS ഉദ്യോഗസ്ഥന്മാരായി കടന്നു വരുന്ന പലരും ആശങ്കയോടെയാണ് മലപ്പുറത്തെത്താറുള്ളത്. കാരണം ആ അർത്ഥത്തിലുള്ള പ്രചാരണങ്ങൾ മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷമുണ്ട് എന്നതുകൊണ്ട് മലപ്പുറം ജില്ല നേരിടുന്നുണ്ട്. പക്ഷേ ആ ജില്ലയിൽ വന്ന് ജോലിയിൽ ഏർപ്പെട്ട് 1 വർഷമോ അതിലധികമോ ജോലി ചെയ്ത് ആ രാജ്യത്ത് നിന്ന് യാത്ര പറഞ്ഞു പോകുന്ന അത്തരം ഉദ്യോഗസ്ഥന്മാർ മലപ്പുറത്തെ മുസ്ലിമീങ്ങളുടെ സ്നേഹസമൃദ്ധമായ ഇടപാടുകൾ കണ്ടുകൊണ്ട് നിറകണ്ണുകളോടെയാണ് അവർ ആ നാടിനോട് യാത്ര പറയാറുള്ളത്. ഈ ഒരു സമീപനമാണ് ബഹുസ്വര ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഇതര ജനങ്ങളുമായി അനുവർത്തിച്ചു പോരുന്നത്. എന്നാൽ മുജാഹിദ് മൗലവി പ്രസംഗിക്കുന്നത് എന്താണ്? ഒരു രാജ്യത്ത് ഒരു ഓഫീസിൽ, ഒരു കലക്ടർ ഓഫീസിൽ സമാനമായ എന്തെങ്കിലും ഒരു ജോലിയിൽ നമ്മളൊരു ഹിന്ദുവിന്റെ കൂടെ ജോലിയിൽ ഏർപ്പെടുകയാണ്. ആ ജോലി സ്ഥലത്ത് നിന്ന് ആ ഹിന്ദുവായ സഹോദരൻ ജോലി മാറ്റം സംഭവിച്ച് മറ്റൊരിടത്തു പോയാൽ അവിടെ ചെല്ലുന്ന ഈ ഹിന്ദുവായ സഹോദരൻ താൻ ജോലി ചെയ്ത സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോ ആ ജോലി സ്ഥലത്ത് എന്റെ ഏറ്റവും നല്ല കൂട്ടുകാരൻ അബൂബക്കറാണ്, അഹമ്മദാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം മുസ്ലിം ഉണ്ടാക്കാൻ പാടില്ല. അഥവാ ഒരു നല്ല ശൈലിയിൽ, ഒരു നല്ല സമീപനത്തിൽ, ഒരു നല്ല സ്വഭാവത്തിൽ
ഈ രാജ്യത്തെ അമുസ്ലിമീങ്ങളുമായി ഇടപഴകാൻ പാടില്ല എന്നാണ് ബഹുസ്വര ഇന്ത്യയിൽ ഈ മൗലവി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ മലപ്പുറത്ത് ജോലി ചെയ്ത കാലത്ത് എന്റെ കൂടെ താമസിച്ചത് ഒരു മുസ്ലിമാണെന്ന്. നാളെ ഒരു സാഹിത്യകാരൻ, ഒരു കളക്ടറോ വേറൊരു നാട്ടിൽ പോയിട്ട് പ്രസംഗിക്കുമ്പോൾ യാത്രാത്തിന് പ്രസംഗിക്കാൻ ഇടവരരുത്. അപ്പോൾ ഒരു ഹിന്ദുവിനോടുള്ള പെരുമാറ്റത്തിൽ നമ്മളെപ്പറ്റി അയാൾക്കൊരു നല്ല സ്വഭാവം കാണാൻ പാടില്ല, എകറുമുള്ള സ്വഭാവത്തിലെ അമുസ്ലിമീങ്ങളോട് പെരുമാറാൻ പാടുള്ളൂ എന്നാണ് ഈ രാജ്യത്ത് ഇയാൾ പ്രസംഗിക്കുന്നത്. തീർന്നില്ല സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞു പോകുന്ന ഒരു റോട്ടിൽ തന്നെ ഒരു അമ്പലവും പള്ളിയുമുണ്ട് എന്ന് സങ്കല്പിക്കാം. ഗ്രാമപഞ്ചായത്ത് വന്നിട്ട് ആ ജംഗ്ഷനിൽ ഒരു ബോർഡ് വെച്ചു. പള്ളി കമ്മിറ്റി വെച്ച ബോർഡിന്റെ വർത്താനോ അല്ല പറയണേ. ഒരു ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു പൊതു സംവിധാനം ആ ജംഗ്ഷനിൽ ഒരു ബോർഡ് വെച്ചു. എന്താണ് ആ ബോർഡിലുള്ളത്? ഇടത്തോ വലത്തോ പോകുന്ന റോട്ടിലുള്ള ഒരു പള്ളിയുടെയും ക്ഷേത്രത്തിന്റെയും ദിശ നിർണയിക്കുന്ന ആ പള്ളിയുടെയും ക്ഷേത്രത്തിന്റെയും പേരെഴുതി ആരോ മാർക്ക് വെച്ച ഒരു ബോർഡ്. ആ ബോർഡിനോട് പോലും അസഹിഷ്ണുതയാണ് ഈ മൗലവി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾ പറയുന്നത്, അങ്ങനെ ഒരു ക്ഷേത്രത്തിന്റെ പേരെഴുതിയ ബോർഡിൽ ഒരു പള്ളിയുടെ പേരെങ്ങാനും കണ്ടാൽ ഉടനെ അത് മാച്ചുകളയണം എന്നാണ്. ചില സ്ഥലത്തുണ്ടാവും ഒരേ ബോർഡുകൾ കാണാൻ, ക്ഷേത്രത്തിലേക്ക് ഒരു ക്ഷേത്രത്തിന്റെ പേര് പള്ളി, ജുമാ മസ്ജിദ് മറ്റൊരു ക്ഷേത്രം, ഒറ്റ ബോർഡ്. ഇത് സൗഹാർദ്ദമാണ്. ആ ബോർഡിൽ നിന്ന് പള്ളിയുടെ പേര് മായ്ച്ചു കളയാൻ നിർബന്ധമാണ്. ഒരു പൊതു സംവിധാനത്തിന്റെ പേരിൽ പബ്ലിക് തെരുവിൽ പള്ളിയിലേക്കും ക്ഷേത്രത്തിലേക്കും വഴി നിശ്ചയിക്കുന്ന ഒരു ബോർഡ് ആരെങ്കിലും വെച്ചാൽ ആ ബോർഡിലെ ആ പേരിനോട് പോലും അസഹിഷ്ണുത പ്രകടിപ്പിക്കാൻ മുസ്ലിമീങ്ങൾ തീരുമാനിച്ചാൽ ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളുടെ ഭാവി എന്താണ്? ശംസുദ്ദീൻ പാലത്തിൻ്റെത് തന്നെയായിരിക്കും. സുഹൃത്തുക്കളെ, ഇനി നിങ്ങൾ ആലോചിച്ചു നോക്ക്. അയാൾ വീണ്ടും പറയാൻ, ഒരു ഹിന്ദുവിനെ നമ്മൾ ഒരു ജോലിക്കോ ഒരു ഹിന്ദുവിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവനെ നമ്മളൊരു ജോലിക്ക് നിശ്ചയിക്കാനോ അവനെ നമ്മൾ കൂടെ നിർത്താനോ പാടില്ല എന്നാണ്. ഏത് രാജ്യത്താണ് ഇത് പറയുന്നത്? ഒരു ഗ്രാമപഞ്ചായത്ത് ഇലക്ഷൻ നടക്കുമ്പോൾ പള്ളിക്കമ്മിറ്റി പ്രസിഡന്റായ ആജിയാർക്ക് വോട്ട് ചോദിച്ചുകൊണ്ട് കൂടെ വരുന്നത് ക്ഷേത്രം കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. ഇങ്ങനെയുള്ള ഒരു സ്നേഹബന്ധിതമായ സാഹചര്യം നിലനിൽക്കുന്ന രാജ്യത്തെ മൗലവിയുടെ ഭീകരമായ വിഷലിപ്തമായ സംഭാഷണങ്ങൾ. മറ്റൊന്ന്, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രഹസ്യക്കാരായി, വളരെ ഏറ്റവും പേഴ്സണൽ അസിസ്റ്റന്റുമാരായി, ഏറ്റവും അടുത്ത ആളുകളായിട്ട് കാഫറുകളെ വെക്കുന്ന സ്വഭാവം, നമുക്ക് മാർഗനിർദ്ദേശം നൽകാൻ വേണ്ടി ഒരിക്കലും കാഫറുകളെ വെക്കുന്ന ഒരു സ്വഭാവം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ടിപ്പു സുൽത്താൻ എന്ന ഭരണാധികാരി തന്റെ വിശ്വസ്തനായ മന്ത്രിയായി തെരഞ്ഞെടുത്തത് പൂർണ്ണയ്യ എന്ന അമുസ്ലിമിനെയാണ്. മഹാനായ മമ്പുറം തങ്ങൾ തന്റെ ഏറ്റവും നല്ല കൂട്ടുകാരനായി തെരഞ്ഞെടുത്തത് കോന്തുനായരെയാണ്. മങ്ങാട്ടച്ച് കുഞ്ഞായി മുസ്ലിയാർ എന്ന് പറയുന്ന മലയാളികളുടെ മനസ്സുകളിൽ നർമ്മവും മർമ്മവും വിതറി കടന്നുപോയ കുഞ്ഞായി മുസ്ലിയാരുടെ ആ കളിക്കൂട്ടുകാരൻ മങ്ങാട്ടച്ചൻ എന്ന് പറയുന്ന അമുസ്ലിമാണ്. സാമൂതിരി രാജാവിന്റെ രാഷ്ട്രാതിർത്തിയിൽ ഉറക്കൊഴിച്ച് കാവലിരിക്കുന്ന സൈന്യത്തിന്റെ നായകന്മാർ കുഞ്ഞാലി മരക്കാരുമാരാണ്. വൈദേശിക ശക്തികളാകുന്ന പോർച്ചുഗീസുകാർ അധിനിവേശ സ്വപ്നങ്ങളുമായി സാമൂതിരി രാജാവിന്റെ രാഷ്ട്രാതിർത്തിയിൽ നങ്കൂരമിടുമ്പോ പോർച്ചുഗീസ് പടയാളികളുടെ കപ്പലിൽ ഇരച്ചുകയറി ആയിരങ്ങളെ അരിഞ്ഞുവീഴ്ത്തി ശത്രുവിന്റെ ആയുധത്താൽ ആ കഷ്ണം കഷ്ണമായി നുറുക്കി അറബിക്കടലിലേക്ക് എറിയപ്പെട്ട കുഞ്ഞാലി മരക്കാർക്ക് ഈ സമുദായം പറയുന്ന പേര് ഷഹീദ് എന്നാണ്. ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് സ്വന്തം താൽപര്യങ്ങളുടെ പേരിൽ കേവലം വിശുദ്ധ പ്രമാണങ്ങളെ ടെക്സ്റ്റ് ബുക്ക് പോലെ വ്യാഖ്യാനിച്ച് പൂർവികരായ ആളുകൾ ഈ രാജ്യത്ത് ജീവിക്കാൻ നടത്തിയ ആ സമീപന രീതികളെ ഇവർ പുറംകാലുകൊണ്ട് ചവിട്ടി മാറ്റുന്നത്. ഇത്തരം കാര്യങ്ങൾ ഈ രാജ്യത്ത് പ്രചരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ സംഭവിക്കുന്ന ദുരന്തം എത്ര ഭയാനകമാണ്. നമുക്കറിയാം, ഒരു അങ്ങാടിയിൽ പൊതു പ്രവർത്തകനായ അമുസ്ലിമായൊരു രാഷ്ട്രീയക്കാരൻ ഈ മഗ്‌രിബിനോടടുത്ത സമയത്തൊരു രാഷ്ട്രീയ പൊതുയോഗത്തെ അഭിസംബോധനം ചെയ്യുമ്പോൾ 5 സംഘടനകളുടെ പള്ളികളിൽ നിന്ന് 5 സമയങ്ങളിലായി വിളിക്കുന്ന മഗ്‌രിബ് ബാങ്ക്, ആ മഗ്‌രിബ് ബാങ്കിന്റെ മുമ്പിൽ ഒരമണിക്കൂറെങ്കിലും അവർ നമ്മെ സഹിക്കുകയാണ്. ആ മിനാരത്തെയും ബാങ്കിനെയും ആദരിച്ച് നമ്മുടെ ബാങ്കൊലിക്ക് മുന്നിൽ ഈ രാജ്യത്തെ അമുസ്ലിമീങ്ങൾ നിശബ്ദരാകുന്നത് നമ്മൾ അവർക്കെതിരല്ല. ആ മിനാരം അപകടാരിയല്ല. ആ പള്ളിയിൽ നിന്ന് വഴിഞ്ഞൊഴുകുന്ന ബാങ്ക് ഈ രാജ്യത്തിനോ തങ്ങൾക്കോ അപകടമല്ല എന്ന അവരുടെ അനുഭവജ്ഞാനമാണ്. ആ അനുഭവത്തെയാണ് ഒരു വഹാബി പള്ളിയിലെ ഇമാമ് IS മുസ്ലിം ചെറുപ്പക്കാരെ പാകപ്പെടുത്തിക്കൊണ്ട് അറുത്തുമാറ്റുന്നത്. അതിന്റെ ദുരന്തം ഒരു മുജാഹിദ് മൗലവി തന്നെ പറയാൻ,
എന്താണ് അയാൾ പറയുന്നത്? ഇന്ന് സലഫി പള്ളി എന്ന ഒരു ബോർഡ് കണ്ടാൽ ആളുകൾക്ക് അമുസ്ലിമീങ്ങൾക്ക് ബേജാറുണ്ടാവൂലേ? അവരുടെ സഹിഷ്ണുത കൊണ്ടല്ലേ ഇവരൊക്കെ ഈ രാജ്യത്ത് അവർ വെച്ചു പുലർത്തിക്കുന്നത്? രാജ്യത്ത് അമുസ്ലിമീങ്ങൾ വിദ്യാഭ്യാസമുള്ളവരും വിശാല മനസ്സുള്ളവരുമായതുകൊണ്ടാണ് ഇത്തരം സംവിധാനങ്ങളെ ഈ രാജ്യത്തെ അമുസ്ലിമീങ്ങൾ വെച്ചുപൊറുപ്പിക്കുന്നത് എന്ന് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ നോക്ക്, മുജാഹിദ് മൗലവി പറയാണ് സലഫി പള്ളി എന്ന ബോർഡ് കണ്ടപ്പോ അമുസ്ലിമീങ്ങൾക്ക് ബേജാറാണ്. ഇത് IS-ലേക്ക് ആളെ കൂട്ടുന്ന ഏർപ്പാടാണ് എന്നാണ് തോന്നല്. ഞാൻ എന്റെ നാട്ടിൽ എന്റെ വീടിന്റെ തൊട്ടടുത്ത് സലഫി മസ്ജിദ്, സ്വാഭാവികമായും ധാരാളം അമുസ്ലിങ്ങൾ ജീവിക്കുന്ന ഒരു പരിസരത്തെ സലഫി മസ്ജിദ് എന്ന് കാണുമ്പോ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ ഇത് ആ കൂട്ടരാണല്ലോ, മാതൃഭൂമി എഴുതിയ ആ കൂട്ടരാണല്ലോ, മാധ്യമം ദിനപത്രം എഴുതിയ ആ കൂട്ടരാണല്ലോ, മലയാള മനോരമ പറഞ്ഞ ആ കൂട്ടരാണല്ലോ, ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ആ കൂട്ടരാണല്ലോ. എഴുതിയോൽക്കാണ് കുഴപ്പം, ഈ ചെയ്തോൽക്കൊരു പ്രശ്നമില്ല. എഴുതിയോൽക്കാണ് പ്രശ്നം. സ്വന്തം അനുയായികളിലേക്ക് ഇത്തരം വൈകാരികമായ ആശയം കുത്തിവെച്ച് അവരെ പ്രചോദിതമാക്കിയ ഒരു പ്രത്യാശാസ്ത്രത്തിനൊരു കുഴപ്പമില്ല, എഴുതിയവർക്കാണ് കുഴപ്പം. ഇവരാണല്ലോ അപകടകാരികൾ. ഇതാ ഒരു സലഫി മസ്ജിദ്. അപ്പൊ ഇത് IS-ലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു മസ്ജിദാണല്ലോ ഇത് എന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ആ സാധുക്കളായ ആളുകൾക്ക് ഈ പദവും ഈ ആശയവും എന്താണ് എന്ന് പറയാം. 1921 മുതൽ മുജാഹിദുകൾ സലഫികളെയും സലഫിസത്തെയും വിശദീകരിച്ചതിന്റെ ദുരന്ത പരിണാമമാണ് ഈ പാലായനം. ഇനി ആ പാലായനത്തിന്റെ മുകളിൽ ഇനിയും മുജാഹിദ് സലഫിസം വിശദീകരിച്ചാൽ ഇപ്പൊ പോയ കുട്ടികൾ 35 ആണെങ്കിൽ അത് 65 ആകലല്ലേ അതിന്റെ ഫലം? സഹോദരന്മാരെ, അവർ സലഫിസം വിശദീകരിച്ചതിന്റെ അപകടമാണിത്. മാത്രമല്ല, അനീഫ കായക്കൊടി എന്ന് പറയുന്ന മുജാഹിദ് മൗലവി പറയുന്നത് വഹാബികൾ ഭീകരവാദികളാണ് എന്ന് പറയുന്നവർ സലഫികൾ ആരാണ് എന്നും സലഫിസം എന്താണ് എന്നും അറിയാത്തവരാണ്, അതുകൊണ്ടാണ് അവർ മുജാഹിദുകൾ ഭീകരവാദികളാണ് എന്ന് പറയുന്നതെന്നാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ സ്വീകരിക്കുന്ന ആദർശം, സലഫി ആദർശം, അത് ഭീകരതയുടെ ആദർശമാണ് എന്ന് പ്രചരിപ്പിക്കുന്നവരുണ്ട്. സലഫി ആദർശം ആണ് ഈ സമൂഹത്തിൽ ഭീകരതയുണ്ടാക്കുന്നത് എന്ന് പറയുന്നവരെ നമുക്ക് കാണുവാൻ കഴിയും. യഥാർത്ഥത്തിൽ എന്താണ് സലഫി, എന്താണ് സലഫിയത്ത് എന്നറിയാത്ത, ആരാണ് സലഫുകൾ എന്നറിയാത്ത, ആരാണ് സലഫികൾ എന്നറിയാത്ത ആളുകളാണ് ഈ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ആരാണ് സലഫുകളെന്നും ആരാണ് സലഫികളെന്നും വഹാബികൾ ആരല്ല എന്നും അറിയുന്നവരാണ് വഹാബിസം ഭീകരവാദമാണെന്ന് പറയുന്നത്. ആരാണ് സലഫുകൾ? വഹാബികൾ തന്നെ എഴുതി വെച്ചത് കാണാം. ഹിജ്റ 3-ാം നൂറ്റാണ്ടിലെ മുസ്ലിം ഉമ്മത്താണ്. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഈ സമൂഹത്തിലെ ഏറ്റവും ഉത്തമരായവർ എന്റെ നൂറ്റാണ്ടുകാരാണ്, പിന്നീട് 2-ാം നൂറ്റാണ്ടുകാരാണ്, പിന്നീട് 3-ാം നൂറ്റാണ്ടുകാരാണ്. എന്താണ് ഹിജ്റ 1, 2, 3 നൂറ്റാണ്ടിന്റെ പ്രത്യേകത? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയോ മഹാന്മാരായ സ്വഹാബത്തിനെയോ അല്ലെങ്കിൽ മദ്ഹബിന്റെ 4 ഇമാമുമാരെയോ മതനേതൃത്വമായി സ്വീകരിച്ച മുസ്ലിമീങ്ങളാണ് ഹിജ്റ 3 നൂറ്റാണ്ടുകാർ. അവർ ഖൈർ ഉമ്മയാണ്, അവർ പിൽക്കാല മുസ്ലിമീങ്ങൾക്കുള്ള റോൾ മോഡലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബിനെയും സ്വഹാബിമാരെയും മദ്ഹബിന്റെ 4 ഇമാമുമാരെയും മതനേതൃത്വമായി സ്വീകരിച്ച ഹിജ്റ 3 നൂറ്റാണ്ടിലെ മുസ്ലിം ഉമ്മ അവരാണ് സലഫുകൾ എന്ന് മുജാഹിദുകൾ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിൽ ആരായിരിക്കണം സലഫികൾ? ആ ഹിജ്റ 3 നൂറ്റാണ്ടിലെ മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വം മദ്ഹബിന്റെ ഇമാമിയങ്ങളെ പിന്തുടരാത്തവർ എങ്ങനെയാണ് സലഫികളാവുക? മദ്ഹബിന്റെ ഇമാമിയങ്ങളെ പിന്തുടരാത്തവർ എങ്ങനെയാണ് സലഫികളാവുക? അവർ സലഫുകളുടെ വിരോധികളാണ്. പിന്നീട് മുജാഹിദുകൾ ഈ രാജ്യത്ത് പരിചയപ്പെടുത്തുന്ന സലഫികൾ ആരാണ്? ആ സലഫിസത്തിന് ഹിജ്റ 3-ാം നൂറ്റാണ്ടുമായി ഒരു ബന്ധവുമില്ല. അത് സക്കരിയ സ്വലാഹി എന്ന മുജാഹിദ് മൗലവി തന്നെ വിശദീകരിക്കുന്നുണ്ട്. മുജാഹിദുകൾ പറയുന്ന സലഫി പണ്ഡിതന്മാരുടെ തുടക്കം ഇബ്നു തൈമിയ്യയാണ്. ഇബ്നു തൈമിയ്യ ആരാണ്? ഹിജ്റ 3-ാം നൂറ്റാണ്ടുകാരനല്ല എന്ന് മാത്രമല്ല, ഹിജ്റ 3 നൂറ്റാണ്ടിന്റെ അയൽവാസി പോലുമല്ല. ഹിജ്റ 6-ാം നൂറ്റാണ്ടിന്റെ അയൽവാസിയായ ഇബ്നു തൈമിയ്യയിലേക്ക് ചേർക്കപ്പെട്ട ഒരു പ്രത്യാശാസ്ത്രത്തിന് എങ്ങനെയാണ് സലഫിസം അവകാശപ്പെടാൻ കഴിയുന്നത്? സുഹൃത്തുക്കളെ, ഇനിയും മുജാഹിദ് മൗലവി പറയാൻ
ഹിജറ 5 സ്വഹാബത്തിലൂടെ മതം കിട്ടിയ കേരളത്തിൽ മുജാഹിദുകൾ പരിചയപ്പെടുത്തുന്ന സലഫിസത്തിന്റെ തുടക്കം 21 വക്കം മൗലവിയും KM മൗലവിയുമാണ്. സലഫി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് മനസ്സിലായില്ലേ? അങ്ങേ തല മുതൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ മുതൽ അങ്ങേ തലക്ക ഇബ്നു തൈമിയ, നമ്മുടെ അങ്ങേ തലക്ക ഷാഫി ഇമാമാണ്. ഭരിച്ച നാസറുദ്ദീൻ അൽബാനി വരെ, കേരളത്തിലുണ്ടായിരുന്ന KM മൗലവി മുതൽ KP മുഹമ്മദ് അലി ഉമർ വലി വരെ സലഫി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഈ ഉള്ളംകൈയിൽ ചുരുട്ടിപ്പിടിച്ച് തൊട്ടടുത്ത തോട്ടിലേക്ക് നീട്ടിയെറിയാവുന്ന ഒരു കള്ളനാണയമാണ് വഹാബിസം. അത് സലഫിസമല്ല. സലഫുകളുമായി ഒരു ബന്ധവുമില്ല. മാത്രമല്ല, അവർ സലഫുകളെ നിഷേധിക്കാനും ഗണ്ണിക്കാനും അവരെ വലിച്ചെറിയാനും പ്രചോദിപ്പിക്കുന്ന സംവിധാനമാണ്. നിങ്ങൾ നോക്ക്, നമ്മൾ മുസ്ലിമീങ്ങളുടെ നിലപാടെന്നാണ് 4 മദ്ഹബിന്റെ ഇമാമിയങ്ങൾക്ക് ശേഷം ലോകത്ത് വന്ന ഒരു മഹാനും വഹാബികൾ ഇന്ന് ഗവേഷണത്തിന് വേണ്ടി മറിച്ചുവെക്കുന്നു എന്ന് പറയുന്ന സ്വഹീഹ് ബുഖാരി ലോകത്തിനു തന്ന ഇമാം ബുഖാരി റഹിമഹുല്ല, ഇമാം മുസ്ലിം റഹിമഹുല്ല അടക്കമുള്ളവർ 4 ഒരു മദ്ഹബ് സ്വീകരിച്ച് മദ്ഹബിന്റെ ഇമാമുകളിൽ നിന്ന് മതനിയമങ്ങൾ അവലംബിച്ചവരാണ്. അതേസമയത്ത് ബൃഹത്തായ ഹദീസ് ഗ്രന്ഥങ്ങൾ ലോകത്തിന് കൈമാറിയിട്ട് പോലും ആ ഗ്രന്ഥങ്ങളിൽ നിന്ന് മതനിയമങ്ങൾ ഗവേഷണം ചെയ്തെടുക്കാതെ ഹിജ്റ 3 നൂറ്റാണ്ടിലെ മതനേതാത്വ നേതൃത്വമായ മദ്ഹബിന്റെ ഇമാമുകളിലേക്ക് മതകർമ്മങ്ങളെ അവർ അവലംബമാക്കുകയാണ്. എന്നാൽ അതുകൊണ്ടുതന്നെ ലോകത്തെ മുസ്ലിമീങ്ങളുടെ നിലപാട്, മദ്ഹബിന്റെ 4 ഇമാമുമാർ വിശുദ്ധമായ ഖുർആനിന്റെ പേരിൽ ഒരാശയം പറഞ്ഞാൽ ആ ആശയങ്ങൾ 4ഉം ഖുർആനാണ്. മുസ്ലിം ഉമ്മത്തിന് ജീവിക്കാൻ അല്ലാഹു തആല പറഞ്ഞ് അനുവദിച്ചു തന്ന 4 വൈവിധ്യ വഴികളാണ് മദ്ഹബിന്റെ ഇമാമിയങ്ങൾ ലോകത്ത് രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് നമ്മൾ പറയും മദ്ഹബിന്റെ ഇമാമിയങ്ങളുടെ ആശയങ്ങളൊക്കെ ശരിയാണ്, എല്ലാം ശരിയാണ്. അത് വൈരുദ്ധ്യങ്ങളല്ല, വൈവിധ്യങ്ങളാണ്. അത് അല്ലാഹു അനുവദിച്ചു തന്ന 4 മാർഗങ്ങളാണ്. അതേസമയത്ത് മുജാഹിദുകൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഇമാമുകളെ പിന്തുടർന്ന് യഥാർത്ഥ സലഫിസത്തിൽ നിൽക്കുമ്പോ മുജാഹിദുകളുടെ ഏർപ്പാടെന്താണ്? ഇമാമിങ്ങൾക്ക് തെറ്റുപരതരും അവരെ ഗണ്ണിക്കലുമാണ്. മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ലാഹ്, ആ ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഔലാമസ്തുമിൻ നിസാ എന്ന ഖുർആനിലെ ഒരു ആയത്ത് വിശദീകരിച്ചു. തന്റെ ഹദീസിന്റെ വൈജ്ഞാനിക ശേഖരങ്ങൾ വെച്ചുകൊണ്ട് ആ ഹദീസ് വിശദീകരിച്ച് സ്ത്രീകളെ തൊട്ടാൽ ഒന്നുമുറിയും എന്ന് ഷാഫി ഇമാം പഠിപ്പിക്കുകയാണ്. നിസ്സങ്കോചം ആ ഷാഫി ഇമാമിനെ പിന്തുടർന്ന് സലഫിയാകുന്നതിനു പകരം ആ ഷാഫി ഇമാമിനെ ഗണ്ണിച്ചുകൊണ്ട് സുഹൃത്തുക്കളെ മുജാഹിദ് മൗലവി സലഫി വിരുദ്ധനായി എന്ന് മാത്രമല്ല, യഥാർത്ഥ സലഫികളാകുന്ന നമുക്കുള്ള കുഴപ്പോ ഷാഫി ഇമാമിനെ നമ്മൾ കുറ്റപ്പെടുത്താതെ ഷാഫി ഇമാമിന്റെ വിജ്ഞാനത്തെ മതമായി സ്വീകരിച്ചു എന്നതാണ്. മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തു. പെണ്ണിനെ തൊട്ടാ ഒതുമുറിയാന്നുള്ള പ്രശ്നം തന്നെയല്ല. ഔലാമസ്തുമുൻ നിസാ എന്ന ആയത്ത് ഇമാം ഷാഫി മനസ്സിലാക്കിയ തെറ്റാണ്. ഇതാണ് സലഫിയും വഹാബിയും തമ്മിലുള്ള വ്യത്യാസം. യഥാർത്ഥ സലഫികൾ പറയും ഷാഫി ഇമാം പറഞ്ഞത് ശരിയാണ്, എന്നാൽ വഹാബി അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് പറയും ഷാഫി ഇമാമിനാണ് പിഴവ്, സക്കരിയ മൗലവിക്കാണ് ശരി. ഈ വലിയ വങ്കത്വമാണ് ഒരു വഹാബിയുടെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. റഹിമഹുല്ലാ അദ്ദേഹം എല്ലാ തോന്നിയാസം പറഞ്ഞിട്ടൊരു റഹിമഹുല്ല ഫിറ്റാക്കിയാലേ അതിൽ വല്ല അർത്ഥമുണ്ടോ? പറഞ്ഞു സ്പർശിച്ചാൽ, അവിടെ സ്പർശിച്ചാൽ എന്നല്ല ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ എന്നാണ് അർത്ഥം. അന്യം തൊടാത്ത പെണ്ണാണെന്ന ബസ് കയറുമ്പോൾ ആളുകൾ തോണ്ടിയിട്ടില്ല എന്നർത്ഥം അല്ലല്ലോ. അവൾ മറ്റൊരാളുകൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന അർത്ഥം. മനസ്സിലായില്ലേ? ആ തൊടലാണ് അവിടെ ഉദ്ദേശം. മനസ്സിലായില്ലേ? ആ നിലക്ക് പറഞ്ഞത് തെറ്റായി മനസ്സിലാക്കി. ഇമാം ഷാഫിക്ക് തെറ്റുപറ്റിയത് നമ്മുടെ കഥ കഴിഞ്ഞു. സലഫിസത്തിന്റെ കഥ കഴിഞ്ഞു, വഹാബിസത്തിന്റെ കഴിയൂല. അത് പറയുന്നവര് അതേപോലെ കുഴപ്പം. അതെ, അതാണ് നമ്മളെ കുഴപ്പം. യഥാർത്ഥ സലഫുകളെ നമ്മൾ പിന്തുടർന്നു എന്നതാണ്. എന്നാൽ ഷാഫി ഇമാമിന് തെറ്റ് സംഭവിച്ചു എന്ന് പറയുന്നിടത്തൊരു മനസ്സാക്ഷിക്കുത്തും വഹാബിക്കുണ്ടാവില്ല. എന്നാൽ വഹാബികൾ പരിചയപ്പെടുത്തുന്ന സലഫുകളിൽപ്പെട്ട ആളൊന്ന് ഇബ്നു തൈമിയയാണ്, മറ്റൊന്ന് ഇബ്നു അബ്ദുൽ വഹാബാണ്. ആ ഇബ്നു തൈമിയക്കും ഇബ്നു അബ്ദുൽ വഹാബിനും തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ അത് സബുൽ മുബിക്കാത്തിൽ 10ാമത്തെ കുറ്റമാണ്. വിചിന്തനം എന്ന് പറയുന്ന വഹാബി പ്രസിദ്ധീകരണത്തിൽ മുജാഹിദ് മൗലവി എഴുതി വെക്കുകയാണ്, മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെയും ഇബ്നു തൈമിയയുടെയും ആശയങ്ങൾ വിഷലിപ്തമാണ് എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ ആശയങ്ങൾ വിഷലിപ്തമാണ് എന്ന് പറയുന്നതിന് തുല്യമാണത്. വിഷലിപ്തമാണ് എന്ന് പറയുന്നതിന് തുല്യമാണ്. ഇബ്നു തൈമിയയും ഇബ്നു അബ്ദുൽ വഹാബും ഓക്കെയാണ്. യഥാർത്ഥ സലഫുകളാകുന്ന ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പോക്കാണ്.
ഇതാണ് യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളെ മുജാഹിദ് പ്രസ്ഥാനം സലഫിസമല്ല, അത് വഹാബിസമാണ്. വഹാബിസം എന്ന് പറയുന്നത് മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ഇബ്നു തൈമിയ്യയുടെ വ്യാജ തൗഹീദിനെ വക്രീകരിച്ചും വൈകാരികമായും ലോകത്ത് അവതരിപ്പിച്ച വ്യക്തിയാണ് ഇബ്നു അബ്ദുൽ വഹാബ്. ആ അബ്ദുൽ വഹാബിലേക്ക് ചേർത്തി വായിക്കപ്പെടുന്ന പ്രത്യാശാസ്ത്രമാണത്. ആ മുഹമ്മദ് അബ്ദുൽ വഹാബിനെ കുറിച്ച് കേരളത്തിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ഈ മൊയ്തു മൗലവി എഴുതിയ ഇന്ത്യൻ മുസ്ലിമീങ്ങളും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവും എന്ന പുസ്തകമുണ്ട്. തൊട്ടടുത്തുള്ള പബ്ലിക് ലൈബ്രറികളിൽ ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഇത് തേടിപ്പിടിക്കാൻ കഴിയും. ആ പുസ്തകത്തിൽ വഹാബിസം എന്ന് പറയുന്ന ഹെഡിങ്ങിൽ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ചെയ്തികളെ വളരെ കൃത്യമായി മൊയ്തു മൗലവി വിശദീകരിക്കുന്നുണ്ട്. ആ ചരിത്രങ്ങൾ ഒരാവർത്തി വായിച്ചു കഴിഞ്ഞാൽ IS-ന്റെ പ്രവർത്തനങ്ങൾ ഏതിൽ നിന്നാണ് പ്രചോദിതമായത് എന്ന് കൂടുതൽ ആലോചിക്കേണ്ടി വരില്ല. അതുപോലെ ലോകത്തെ ഭീകരവാദ പ്രസ്ഥാനങ്ങളെ പ്രചോദിപ്പിക്കുന്നത് ഏത് ആശയമാണ് എന്നത് കൂടുതൽ ആലോചിക്കേണ്ട കാര്യം വരില്ല. നിങ്ങൾ നോക്ക്, ആ മുഹമ്മദ് അബ്ദുൽ വഹാബ് ഇന്ന് അബൂബക്കറുൽ ബാഗ്ദാദി ചെയ്യുന്നത് പോലെ അരാഷ്ട്രീയമായി കലഹിക്കുകയും അസ്ഥിരമാക്കപ്പെടുകയും ചെയ്ത ഇറാഖിന്റെയും സിറിയയുടെയും പ്രാന്തപ്രദേശങ്ങളിൽ ഒളിപ്പോരാളികളെ സൃഷ്ടിച്ച് മുസ്ലിം രാജ്യങ്ങളോട് യുദ്ധം ചെയ്യുന്ന ചെയ്തിക്ക് പൗരാണികമായൊരു മാതൃകയുണ്ട്. ആ മാതൃകയാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ്. ആ മുഹമ്മദ് അബ്ദുൽ വഹാബ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പഴയകാല നേതാക്കളിൽ ആവർത്തിച്ചവർ എഴുതി വച്ചിട്ടുമുണ്ട്. സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്ക്, ആ മുഹമ്മദ് അബ്ദുൽ വഹാബ് അന്നത്തെ കൊച്ചു കൊച്ചു ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് ഒളിപ്പോരാളികളെ സൃഷ്ടിച്ച് യുദ്ധം പുറപ്പെടുകയാണ്. ആ യുദ്ധം പുറപ്പെടുമ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ മഹാനായ സെയ്ദ് ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകനുമായി യുദ്ധം ചെയ്തുകൊണ്ട് ഷഹീദായ സെയ്ദ് ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വിശുദ്ധമായ ജാറം, ആ ജാറം ഉയൈനയിൽ വെച്ച് തകർത്തുകൊണ്ടാണ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ സൈന്യം യുദ്ധം ആരംഭിക്കുന്നത്. അങ്ങനെ കൊച്ചു കൊച്ചു ഇസ്ലാമിക രാജ്യങ്ങളോട് ആ വഹാബിയൻ സൈന്യം യുദ്ധം ചെയ്തു. ചെല്ലുന്ന എല്ലാ രാജ്യങ്ങളിലും അവർ ജാറങ്ങൾ തകർത്തെറിഞ്ഞു. മാത്രമല്ല സുഹൃത്തുക്കളെ, അവർ വിശുദ്ധമായ മക്കയിലേക്കും മദീനയിലേക്കും കടന്നു വന്നു. ആ മക്കയിലെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചാരത്തുണ്ടായിരുന്ന നേർച്ചപ്പെട്ടി കൊള്ള ചെയ്ത കഥ പറയുന്നത് ഈ മൊയ്തു മൗലവി എന്ന് പറയുന്ന വഹാബി സഹയാത്രികനാണ്. ഇങ്ങനെ ജാറങ്ങൾ തകർത്തു വിശുദ്ധമായ മദീനയിലെത്തിയിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാറമല്ലാത്തത് മുഴുവനും വഹാബികൾ തകർത്തു. അള്ളാഹുവിന്റെ ഹബീബിന്റെ ജാറം തകർക്കാൻ നിശ്ചയിക്കപ്പെട്ട ആളുകൾ അവിചാരിതമായി മരണപ്പെട്ടതുകൊണ്ട് ആ ശ്രമത്തിൽ നിന്ന് പിന്തിരിഞ്ഞതൊഴിച്ചാൽ ബാക്കിയുള്ള ജാറങ്ങൾ അവർ തകർക്കുകയാണ്. നിങ്ങൾ സിറിയയിലേക്ക് നോക്കൂ സുഹൃത്തുക്കളെ, അബൂബക്കറുൽ ബാഗ്ദാദി അടക്കമുള്ള ഭീകരവാദികൾ ആ ഇസ്ലാമിക രാജ്യങ്ങളിൽ ചെയ്യുന്നത് എന്താണ്? ലോകത്ത് വഹാബി സാന്നിധ്യമുള്ള ഏത് രാജ്യമുണ്ടോ അവിടെ മാത്രമേ മഖ്ബറ തകർക്കപ്പെട്ടിട്ടുള്ളൂ. അതില്ലാത്ത മുഴുവൻ രാജ്യങ്ങളിൽ ഇന്നും മഹാന്മാരുടെ മഖ്ബറകളുണ്ട്. ആ മഖ്ബറകളാണ് IS ഭീകരവാദികൾ സിറിയയിൽ തകർത്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല വിശുദ്ധമായ മക്കയിലും മദീനയിലും അടക്കം തായിഫ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അവർ മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കുകയാണ്. വഹാബിയൻ സൈന്യം മുസ്ലിമീങ്ങളെയാണ് കൊന്നൊടുക്കിയത്. ഇസ്ലാമിക രാജ്യങ്ങളോട് അവിടെ യുദ്ധം ചെയ്തത് മുസ്ലിമീങ്ങളെയാണ് അവർ മുഖ്യ പ്രതിപക്ഷത്ത് നിർത്തിയത്. IS ഭീകരവാദികൾ യുദ്ധം ചെയ്യുന്നത് ആരോടാണ്? ഇസ്ലാമിക രാജ്യങ്ങളോടാണ്. മുസ്ലിം സമുദായത്തെയാണ് അവർ ശത്രുതാപക്ഷത്ത് നിർത്തിയിട്ടുള്ളത്. എന്താണ് മുഹമ്മദ് അബ്ദുൽ വഹാബിന് മുസ്ലിം രാജ്യങ്ങളോട് യുദ്ധം ചെയ്യാനുള്ള ന്യായം? മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കാനുള്ള ന്യായം? തങ്ങളല്ലാത്ത മുഴുവൻ മുസ്ലിമീങ്ങളും മുശ്രിക്കുകളാണ്, കാഫിറുകളാണ് എന്ന ഭീമാബദ്ധമാണ്. മുസ്ലിമീങ്ങളെ അറിവ് ചെയ്യാൻ അവർ കണ്ടെത്തിയ ന്യായമാണ് തങ്ങളല്ലാത്തവരെല്ലാം കാഫിറുകളാണ് എന്നത്. ഇനി സുഹൃത്തുക്കളെ, IS-ന്റെ വാദം എന്താണ്? ആ IS-ന്റെ വാദം എന്താണ് എന്നൊരു മുജാഹിദ് മൗലവി തന്നെ വിശദീകരിക്കുകയാണ്. ആ മൗലവിയുടെ വിശദീകരണം കഴിഞ്ഞിട്ട് IS-ന്റെ വാദമായി മുജാഹിദ് മൗലവി പറയുന്ന വാദങ്ങളിൽ നിന്ന് ഏത് ആശയത്തോടാണ് കേരളത്തിലെ മുജാഹിദുകൾക്ക് വിയോജിപ്പുള്ളത് എന്ന് നമ്മൾ വിശദീകരിച്ചാൽ അവിടെ നമുക്ക് കണ്ടെത്താൻ കഴിയും IS-മായി വഹാബി, കേരളീയ വഹാബിസത്തിനുള്ള ആശയബദ്ധം എന്നത്. മുജാഹിദ് മൗലവി IS-ന്റെ നിലപാട് വിശദീകരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഭീകര പ്രസ്ഥാനം ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ എന്ന് പറയുന്ന ഭീകര പ്രസ്ഥാനം, അതിന്റെ പേരിൽ തന്നെയുണ്ട് എന്താണ് ഭീകരതയുടെ ആദർശമെന്ന്.
ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ് അവരുടെ സ്വപ്നം. അതെ, ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ് അവരുടെ ആദർശങ്ങളുടെ അടിത്തറ. IS ഭീകരവാദികളുടെ ആശയപരമായ അടിത്തറ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റാണ്. എന്ന് പറഞ്ഞാൽ സിറിയയിൽ ഇസ്ലാമിക ഭരണമില്ലേ, ഇറാഖിലില്ലേ? ഉണ്ട്. പക്ഷെ അത് തങ്ങളുടെ നിലപാട് പ്രകാരം കാഫറുകളുടെ രാജ്യമാണ്, അമുസ്ലിമീങ്ങളുടെയും മുശ്രിക്കുകളുടെയും രാജ്യമാണ്. തങ്ങൾ ഉച്ചിക്കുന്ന രീതിയിലുള്ള ഒരു ഇസ്ലാം, ആ ഇസ്ലാമിന്റെ ഭരണം ഇവിടെ വേണമെന്നതാണ്. ഇത് തന്നെയാണ് കേരളത്തിലെ മുജാഹിദുകളുടെ നിലപാടും. മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന മൗലവി പറയുന്നത് തങ്ങൾക്കിവിടെ ഒരു ദൗത്യമുണ്ട്. എന്താണ് മുജാഹിദുകൾക്ക് കേരളത്തിലുള്ള ദൗത്യം? എന്താണോ അബൂബക്കറുൽ ബാഗ്ദാദിക്ക് സിറിയയിലുള്ള ദൗത്യം, ആ ദൗത്യം തന്നെയാണ് എന്ന് മുജാഹിദ് മൗലവി വിശദീകരിക്കുകയാണ്. എന്നിവിടെ വെറുതെ നിൽക്കാൻ സമ്മതിക്കരുത്. നമുക്ക് വലിയ ദൗത്യമുണ്ട്, ഇവിടെ വലിയ ദൗത്യമുണ്ട്. ഇവരെ തുടച്ചു നീക്കിയാൽ അള്ളാന്റെ ദീൻ കേരളത്തിൽ ഫതഹായി.